നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. അടുത്ത 100 ദിവസം കൂടുതൽ ഊർജ്ജത്തോടെ പ്രവർത്തിക്കണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 370 സീറ്റ് നേടുമെന്ന് പ്രധാനമന്ത്രി ആവർത്തിക്കുന്നു. BJPയുടെ ദേശീയ കൺവെൻഷൻ ഇന്ന് സമാപിക്കുകയായിരുന്നു. ഈ കൺവെൻഷനിൽ ക്ഷണിക്കപ്പെട്ട പ്രതിനിധികളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അതാണ് BJP രാജ്യത്ത് പുലർത്തുന്ന ആത്മവിശ്വാസം. സാധാരണ ഒരു ടേം കഴിയുമ്പോൾ തന്നെ ഭരണവിരുദ്ധ വികാരത്തിൽ ആശങ്കകൾ ഉണ്ടാകേണ്ടതാണ് ഒരു ഭരണകക്ഷിക്ക്. ഇവിടെ അമിത ആത്മവിശ്വാസമാണ്. മറുവശത്താകട്ടെ കോൺഗ്രസിൽ ഇന്നും കൊഴിഞ്ഞുപോക്കിൻ്റെ വാർത്തകളാണ് പുറത്തു വന്നത്. അശോക് ചവാൻ, കമൽനാഥ്, സിദ്ധു, ഒടുവിൽ കേൾക്കുന്ന പേര് മനീഷ് തിവാരിയുടേതാണ്. രാഹുൽ കേരളത്തിലുണ്ട്. യാത്ര നിർത്തി വയനാട്ടിലെത്തി നാട്ടുകാരെ കാണുന്നു. ഹൈക്കമാൻഡിൻ്റെ വലം കൈകളും ഇടം കൈകളുമായ നേതാക്കൾ പാർട്ടി വിടുമ്പോൾ ഒന്നും ചെയ്യാനാകാത്ത ഹൈക്കമാൻഡായി മാറുന്ന കാഴ്ച. നിലനിൽപ്പിൻ്റെ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന കോൺഗ്രസ് അമ്പയെ പുറകോട്ടാണോ? ഓരോ സംസ്ഥാനങ്ങളിലെയും പ്രമുഖ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിലൂടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ എന്തുറപ്പാണ് പാർട്ടിക്ക് പ്രവർത്തകർക്ക് നൽകാനാവുക? പ്രൈം ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. സ്വാഗതം. ശ്രീ N. ശ്രീകുമാർ മാധ്യമപ്രവർത്തകൻ, ശ്രീ ലാൽകുമാർ ഇടത് നിരീക്ഷകൻ, ശ്രീജിത്ത് പണിക്കർ രാഷ്ട്രീയ നിരീക്ഷകൻ, ഫക്രുദ്ദീൻ അലി രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ആദ്യം ശ്രീ N. ശ്രീകുമാർ, ഇവിടെ നമ്മൾ കണ്ടതാണ് മഹാരാഷ്ട്രയിൽ മുൻ മുഖ്യമന്ത്രി അശോക് ചവാന് തൊട്ടു പിന്നാലെയുള്ള കമൽനാഥിൻ്റെ മാറ്റം. അതേ നിമിഷവും സംഭവിക്കാം. ഡൽഹിയിലുണ്ട് കമൽനാഥും മകനും. അങ്ങനെ മുൻ മുഖ്യമന്ത്രിമാരെ പോലും നിലനിർത്താനാകാത്ത പാർട്ടി എന്ന ഗതികേടിൽ വലയുന്ന കോൺഗ്രസിന് ഇന്ത്യ മുന്നണിക്ക് എന്തുറപ്പാണ് നൽകാനാവുക? ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രമുഖ നേതാക്കളൊക്കെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചായ്വ് പ്രകടിപ്പിക്കാറുണ്ട്. അത് അവിടെ ഒരു പുതുമയുള്ള കാര്യമില്ല. പക്ഷെ കേരളത്തിലെ നല്ല രാഷ്ട്രീയം കണ്ടവർക്ക് അതൊരു വലിയ ചർച്ചാ വിഷയമാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ ശ്രീ രാമേന്ദ്രൻ ചോദിച്ചതുപോലെ അശോക് റാവു ചവാൻ മുൻ മുഖ്യമന്ത്രി പോകുന്നു. മുൻ മുഖ്യമന്ത്രി മധ്യപ്രദേശത്തെ കമൽനാഥ് പോകുമെന്ന് വാർത്ത വരുന്നു. മനീഷ് തിവാരി പോകുമെന്ന് വാർത്ത വരുന്നു. ഇതൊക്കെ ശരിയാണ്, നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. അധികാരത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി തങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും എന്ന് പലവിധ സംവിധാനത്തിലൂടെ വ്യാപക പ്രചാരണം നടത്തുമ്പോൾ അധികാര രാഷ്ട്രീയം ഇല്ലാതെ ജീവിക്കാൻ, രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടു നടക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ചില നേതാക്കൾ അവരുടെ രാഷ്ട്രീയ നിലപാട് മാറ്റാറുണ്ട്. അത് ഈ അടുത്ത ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണത മനസ്സിലാക്കും. കർണാടക തെരഞ്ഞെടുപ്പില് BJPയുടെ മുൻ മുഖ്യമന്ത്രി ഷട്ടാ അദ്ദേഹം പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് വന്നു. ഇപ്പൊ കോൺഗ്രസിൽ നിന്നും തിരിച്ചുപോയി. അപ്പൊ കോൺഗ്രസിലേക്ക് എന്തിനാണ് അന്ന് വന്നത് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് അധികാരത്തിൽ കർണാടകത്തിൽ തിരിച്ചു വരും. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയമായ സ്വപ്നങ്ങൾ കണ്ടു കാണും. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് മടുത്തു, അദ്ദേഹം തിരിച്ചു പോകുന്നു. ഞാനിതൊരു ചെറിയ ഈ അവസാനത്തെ ഉദാഹരണം പറയാൻ കാരണം ഇത് കോൺഗ്രസിൽ മാത്രമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇവിടെ മഹാരാഷ്ട്രയിൽ അശോക് ചവാൻ എന്തിനു പോയി എന്ന് നിങ്ങൾ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നവർ BJPയോടുള്ള ആകർഷകത്വമല്ലേ, നരേന്ദ്രമോദിയുടെ വികസനം, നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷേ അദ്ദേഹം ഒരു വലിയ കേസ് നേരിടുന്നുണ്ട്. അദ്ദേഹം ഒരു വലിയ അഴിമതി കേസ് നേരിടുന്ന ആളാണെന്ന് ഈ വാർത്തയ്ക്കൊപ്പം പുറത്തു വന്നു. അത് വളരെ ഒരു ചെറിയ വരി മാത്രമേ ഉള്ളൂ. ഈ ഒരു കേസും അദ്ദേഹം നേരിടുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ BJP അവരുടെ തെരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ അവരുടെ അന്വേഷണ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ച് വ്യാപകമായ പരാതിയുണ്ട്. ആ പരാതി ഒരുപക്ഷെ അശോക് ചവാനിലും ബാധകമായേക്കാം. അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹം അസാമിൽ BJP ചേർന്നപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള കേസ് പോയി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്ഥിരം രാഷ്ട്രീയക്കാർ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ഘടകമാണ് അതിന്റെ. അപ്പൊ കമൽനാഥിന്റെ രാഷ്ട്രീയം നമ്മൾ ഈ ന്യൂസ് 18ന്റെ ഈ ടേബിളിൽ തന്നെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. മധ്യപ്രദേശത്തിൽ തിരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ എന്തുകൊണ്ടാണ് മധ്യപ്രദേശത്തെ കഴിഞ്ഞ ടേമില് ജയിച്ച കോൺഗ്രസ് അന്ന് അട്ടിമറിയിലൂടെയാണ് BJP ചവാൻ അധികാരം പിടിച്ചെടുത്തത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ശ്രീ കമൽനാഥ് തോറ്റത് എന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ അന്നൊരു ഉത്തരം പറഞ്ഞിരുന്നു. കമൽനാഥിനെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ, പ്രത്യേകിച്ച് മധ്യപ്രദേശത്തെ കമൽനാഥ്, രാജസ്ഥാനിൽ ഗെലോട്ട്, ഈ രണ്ടുപേരെയും കോൺഗ്രസ് വിശ്വസിച്ചു.
അവർ ജയിക്കും, ഭരണത്തിൽ തിരിച്ചു വരുമെന്ന് ഉറപ്പ് കൊടുത്തു. ആ ഉറപ്പ് അവിടെ പരാജയപ്പെട്ടു പോയി, തോറ്റുപോയി. പിറ്റേന്ന് നിങ്ങളുടെ കാര്യം ആലോചിക്കണം. പിറ്റേന്നോ അതിന് മുമ്പോ കമൽനാഥ് പോയിട്ട് കണ്ടത് ശിവരാജ് സിംഗ് ചൗഹാനെയാണ്. കമൽനാഥ് അവിടെ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച പ്രധാനപ്പെട്ട നേതാവാണ്. നമ്മൾ മറ്റു പല സംസ്ഥാനങ്ങളുടെ അവസ്ഥ കണ്ടിട്ടുണ്ട്. അങ്ങനെ കരുത്തരായ ആളുകളെ ഹൈക്കമാൻഡ് വിശ്വസിക്കാതിരിക്കുക, അവർക്ക് വേണ്ടത്ര പരിഗണന നൽകാതിരിക്കുക, അങ്ങനെ തമിഴ്നാട് അടക്കം എത്രയോ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നിലംപരിശായി ആകെ വേറുള്ള സംസ്ഥാനങ്ങളിൽ ചിലതായി മാറുന്നതിൽ ഒന്നാണ് മധ്യപ്രദേശും രാജസ്ഥാനും അടക്കം. അവിടുത്തെ പ്രമുഖനാണ് മാറുന്നത്. അത് ഈ താങ്കൾ പറഞ്ഞതുപോലെ കേവലം ഒരു അന്വേഷണത്തിന്റെ പേരിൽ മാത്രം എന്ന് പറഞ്ഞു തള്ളാനാവുന്ന ഒന്നാണോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. അല്ല, ഞാൻ അന്വേഷണത്തിന്റെ കാര്യം പറഞ്ഞത് മഹാരാഷ്ട്രയിലെ അശോക് ചവാന്റെ കാര്യമാണ്. മധ്യപ്രദേശില് കമൽനാഥിന്റെ വിഷയം എന്തായിരുന്നു? കാരണം കമൽനാഥ് ഇത്തവണ അധികാരത്തിൽ വരുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചതല്ല. കാരണം കഴിഞ്ഞ തവണ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നു. അധികാരം കിട്ടാത്തതിന്റെ കുറ്റം കോൺഗ്രസിന്റെ ഡൽഹി നേതൃത്വത്തിനല്ലല്ലോ. മധ്യപ്രദേശത്തിൽ അധികാരം കിട്ടുമെന്നും കമൽനാഥിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനടക്കം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് വിട്ട ശേഷം അദ്ദേഹം BJP ചേർന്ന് കേന്ദ്രമന്ത്രിയായി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വം കമൽനാഥിനോട് പറഞ്ഞത് ഗ്വാളിയോർ പ്രദേശം, ഗ്വാളിയോർ രാജമാത വിജയരാജ സിന്ധ്യയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണല്ലോ ജ്യോതി. അച്ഛൻ മാധവറാവു സിന്ധ്യ കോൺഗ്രസിന്റെ നേതാവും മന്ത്രിയുമായിരുന്നല്ലോ. ആ ഗ്വാളിയോർ പ്രദേശത്ത് ജ്യോതിരാദിത്യ പോകുമ്പോൾ കോൺഗ്രസിൽ ക്ഷീണം സംഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ കോൺഗ്രസിൽ ക്ഷീണം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ ഒരാളാണ്. അവിടെ കോൺഗ്രസ് വലിയ നേട്ടം കൊയ്യേണ്ടതാണ്, പക്ഷെ അവിടെ നേട്ടം കുറഞ്ഞുപോയി. നേട്ടം ഉണ്ടായില്ലെന്ന് പറയുന്നില്ല, പക്ഷെ ഗ്വാളിയോർ പ്രദേശം കോൺഗ്രസിന്റെ ശക്തമായ ശക്തി കേന്ദ്രമാണ്. അവിടെ കോൺഗ്രസ് പിന്നാക്കം പോയി. തോൽവിക്ക് ഒരു പ്രധാന കാരണം അതാണ്. ഒരു പ്രധാന കാരണം ഗ്വാളിയോർ ആണ്. അപ്പൊ അന്ന് കോൺഗ്രസ് ഈ കമൽനാഥ് പറഞ്ഞത് വിശ്വസിച്ചിട്ടാണ് ഗ്വാളിയോറിലത്തെ അധിക ശ്രദ്ധ കൊടുക്കാതിരുന്നത്. അവിടെ ജ്യോതിരാദിത്യ സിന്ധ്യ പോയപ്പോൾ ഉണ്ടാകുന്ന കാര്യത്തെ കുറിച്ചൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. അപ്പൊ അന്ന് തൊട്ടേ കോൺഗ്രസ് നേതൃത്വവുമായി അദ്ദേഹം ഇടഞ്ഞു. എന്താ ഇടയാൻ കാരണം എന്താണ്? ഒന്ന് രണ്ട് ആരോപണം അദ്ദേഹം കേട്ടു. മകന്റെ കാര്യത്തിൽ, മകനെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മകന്റെ കാര്യത്തിൽ മകനെ ലോക്സഭാംഗമാക്കാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു, അതുകൊണ്ട് മറ്റുള്ളിടത്ത് അദ്ദേഹം വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെ ആക്ഷേപം കേട്ടു. എന്നാൽ പോലും പിന്നെ വന്ന പാർലമെന്റ് ഇലക്ഷനിൽ അദ്ദേഹം അസംബ്ലി ഇലക്ഷനിൽ ജയിച്ചു. പിന്നീട് അട്ടിമറിയോടെ പുറത്താക്കപ്പെട്ടെങ്കിലും വീണ്ടും അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ള പ്രതീതി ഉണ്ടാക്കി. ബജ്രംഗ് ദളിന്റെ ഒരു ഘടകമടക്കമുള്ള ഹൈന്ദവ വിഭാഗങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം ചേർന്നു. ഒരുപാട് BJP നേതാക്കൾ കോൺഗ്രസിലേക്ക് മടങ്ങി വന്നു. ഇതൊക്കെ കാണിച്ചപ്പോൾ കോൺഗ്രസ് ചിന്തിച്ചു വരുമെന്ന്. പക്ഷെ തോറ്റുപോയി. തോറ്റു കഴിഞ്ഞാൽ അധികാരം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ കരക്കിട്ട മീനിനെ പോലെ പെടയാൻ പാടില്ല കോൺഗ്രസ് നേതാക്കളെ. അതാണ് ഇന്ന് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം. ദിഗ്വിജയ് സിംഗ് ഒരു കാര്യം പറഞ്ഞു, കമൽനാഥിന് ഗാന്ധി കുടുംബവുമായിട്ട്, ഇന്ദിരാഗാന്ധി കുടുംബവുമായിട്ടാണല്ലോ. അതെ അതെ, അതെ, അതൊരു പ്രസംഗത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ഗാന്ധി കുടുംബമായിട്ട് അടുത്ത് നിന്നൊരാള് എന്തിനു പോകുന്നു എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ അദ്ദേഹം ഇപ്പോഴും പറയുന്നില്ല ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾ ആലോചിക്കണം, കമൽനാഥ് ഇങ്ങനെ ഒരു സംശയ ദൃഷ്ടിയിൽ കോൺഗ്രസിനെ ഒരു പ്രതിസന്ധിയിലാക്കിയ ഘട്ടത്തിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. രാഷ്ട്രീയമാണ്, രാത്രി മാറാം, പിറ്റേന്ന് രാവിലെ മാറാം. ശ്രീ ലാൽകുമാർ, ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തക കൺവെൻഷനിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുന്നതേ ഉള്ളൂ, പക്ഷേ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായി പല രാജ്യങ്ങളിൽ നിന്നും എന്നെ സന്ദർശനത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. അത് ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളുടെയും ആത്മവിശ്വാസമാണ് BJP വീണ്ടും അധികാരത്തിൽ വരും, മോദി പ്രധാനമന്ത്രിയാകുമെന്നുള്ളത്. ആ ആത്മവിശ്വാസത്തിലാണ് BJP മുന്നോട്ട് നീങ്ങുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭരണവിരുദ്ധ വികാരം പോലും പ്രതീക്ഷിക്കാതെ 3ാം ടേം പ്രതീക്ഷിക്കുന്ന BJPക്ക് അതിലുള്ള അമിത ആത്മവിശ്വാസം നൽകുന്നത് കോൺഗ്രസിന്റെ ഈ ഗതികേടല്ലേ? ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഒരു ഹൈക്കമാൻഡിനെയും വിശ്വസിക്കാതെ പാർട്ടി വിട്ടുപോകാൻ തയ്യാറെടുക്കുന്നതല്ലേ? അതെ, നോക്കൂ, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ സൂചിപ്പിക്കാം. കമൽനാഥുമായി ബന്ധപ്പെട്ട് നോക്കൂ, കമൽനാഥിനെ അവിടുത്തെ ഏറ്റവും വലിയ പ്രോമിനന്റ് ലീഡറായി അദ്ദേഹം വന്നിട്ട് വർഷങ്ങളായി. നമുക്ക് സംശയമില്ല, മധ്യപ്രദേശിൽ അദ്ദേഹം പല കാര്യങ്ങളും തീരുമാനിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. കോൺഗ്രസിന്റെ അവസാന വാക്ക് എന്ന് വേണമെങ്കിൽ പോലും പറയാവുന്ന രീതിയിൽ കമൽനാഥ് വളർന്നിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കമൽനാഥും ജ്യോതിരാദിത്യ സിന്ധ്യയും തമ്മിലുള്ള വഴക്കിന്റെ അവസാനം നമ്മൾ കണ്ടത് എന്താണ്? ജ്യോതിരാദിത്യ സിന്ധ്യ BJPയിലേക്ക് ചേരുന്നത് നമ്മൾ കണ്ടത് അല്ലേ? അപ്പം യഥാർത്ഥത്തിൽ കമൽനാഥിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന ഒരു AICCയോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസിനെയാണ് നമ്മൾ കണ്ടത്.
അതുവഴി അപ്പുറത്ത് നിന്ന് ഫാക്ഷന്റെ ആളായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ BJP-യിൽ ചെയ്യുകയും അദ്ദേഹം മന്ത്രി വരെ ആവുകയും ചെയ്തു. ഇപ്പം ഈ പറയുന്ന കമൽനാഥും അപ്പുറത്ത് പോവുക. അപ്പൊ കോൺഗ്രസിന്റെ ഒരു ഗതികേട് ആലോചിക്കണം. ഒരാൾക്ക് വേണ്ടി മറ്റൊരാളെ വെറുപ്പിച്ചു വിട്ടു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ജ്യോതിരാദിത്യ സിന്ധ്യ രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആളായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആള് BJP-യുടെ പാളയത്തിലെത്തുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് അവിടെ ജയിക്കാൻ വയ്യാതെ വന്നപ്പം തിരിച്ചപ്പുറത്ത് പോകുന്നു. ഒരു സിറ്റുവേഷൻ. അടുത്ത സിറ്റുവേഷൻ നോക്കൂ. BJP-യിൽ ഇരുന്ന നവജോത് സിംഗ് സിദ്ധു കോൺഗ്രസിൽ വരുന്നു. കോൺഗ്രസിന്റെ അവിടുത്തെ അധ്യക്ഷനായി. ഒന്നാലോചിക്കണം, BJP എന്ന് വന്ന ഒരാളാണ് കോൺഗ്രസിന്റെ അവിടുത്തെ അധ്യക്ഷനായത്. ആ അധ്യക്ഷനായ അദ്ദേഹം വന്നതുകൊണ്ട് മാത്രം അദ്ദേഹവുമായിട്ടുള്ള പൊളിറ്റിക്കൽ റിഫ്റ്റിന്റെ ഭാഗമായി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന് അവിടെ ഇറങ്ങി പോകേണ്ടി വരുന്നു. ദർ കുഡ് ബി മൾട്ടിപ്പിൾ റീസൺസ്, ഒരുപാട് റീസൺസ് വേറെ കാണാം. പക്ഷെ ഇതൊരു വലിയ ഫാക്ടർ ആയിരുന്നു പഞ്ചാബിൽ. അവസാനം ഈ പറയുന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് അവിടുന്ന് പോയി BJP-യുടെ പാളത്തിലേക്ക്, NDA-യുടെ പാളത്തിലേക്ക്, പിന്നെ അദ്ദേഹം BJP തന്നെ ചേർന്നു എന്ന് ഞാൻ മനസ്സിലാക്കും. ഇപ്പം നവജോത് സിംഗ് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. അപ്പൊ ഇവര് ആരെ പ്രൊട്ടക്ട് ചെയ്തോ ആ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയ ആളും കൂടെ അവസാനം BJP-യിലേക്ക് ചേരുന്ന ഒരു സാഹചര്യം വരുന്നുവെങ്കിൽ AICC-ക്ക് പ്രോപ്പറായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനും AICC-ക്ക് കൃത്യമായി ഒരു നിലപാടിലേക്ക് എത്താൻ AICC പരാജയപ്പെടുന്നു എന്നുള്ളത് വളരെ സത്യമാണ്. അതിനകത്ത് വേറെ ആളെ ഒന്നും BJP അല്ലെങ്കിൽ മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയൊന്നും പഴിചാരിട്ടൊന്നും കാര്യമില്ല. ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കണ്ടേ? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യം ശരിയാണെന്ന് വെക്കാം. സംഭവിക്കുന്നത് അൾട്ടിമേറ്റ്ലി രണ്ട് കൂട്ടരും BJP-യിൽ ചെന്ന് ചേരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്? ഇവര് പല കാര്യങ്ങളും ചുമ്മാതെ മറ്റുള്ള ആൾക്കാരുടെ മുകളിൽ പഴിചാരി വെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല എങ്കിൽ എന്നാൽ പിന്നെ അതിന്റെ കൂട്ടത്തിൽ പറയും ഈ നമ്മൾ രാജ്യം മൊത്തം നമ്മളാണ് കിടക്കുന്നത്, നമ്മൾ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് കേൾക്കാം. പക്ഷെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഒരു പ്രവർത്തനവും നടത്തത്തില്ല, ഒരു കാര്യവും ചെയ്യത്തില്ല. പിന്നെ നമ്മൾ എങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത്? BJP-യെ തോപ്പിക്കും. ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, BJP-യുടെ സംഘടനാ ശക്തി വലുതാണ്. ഒരു അപ്പുറത്ത് നിൽക്കുന്ന ശക്തിയെ തോപ്പിക്കണമെങ്കിൽ ഞാൻ ആദ്യം തന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അപ്പുറത്ത് നിൽക്കുന്ന ഒരു ശക്തിയെ തോപ്പിക്കണമെങ്കിൽ ആ ശക്തി എത്രമാത്രം എന്ന് നമ്മൾ അറിയണം. പാൻ ഇന്ത്യൻ ലീഡറായി നിൽക്കുന്ന, എവിടെ പോയാലും ആളെ കൂട്ടാൻ കഴിയുന്ന നരേന്ദ്രമോദിയാണ് അപ്പുറത്തുള്ളത്. ആ നരേന്ദ്രമോദിയെ തോപ്പിക്കണമെങ്കിൽ കൂടുതൽ പണി ഇപ്പുറത്തിരിക്കുന്നവരെടുക്കണം. സാധാരണ പണി എടുത്താൽ പോരാ, കൂടുതൽ പണി എടുക്കണം. അതാണ് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അദ്ദേഹത്തെ ഈ പറയുന്ന എവിടെ ചെന്നാലും ആള് കൂട്ടുന്ന അങ്ങനെ ഒരാളെ തോപ്പിക്കേണ്ട സാഹചര്യം ഉണ്ട്. ഒന്ന് വ്യക്തമായ ബോധ്യം നമ്മൾ അടിസ്ഥാനത്തിൽ നിൽക്കുന്നതാണെങ്കിൽ ആ ബോധ്യത്തിനനുസരിച്ച് പെരുമാറാൻ കോൺഗ്രസിന്റെ സംഘടനയും കഴിയണം. ഞാൻ ഒരു കാര്യം കൂടി ഉദാഹരിക്കാം. നിങ്ങൾ നോക്കൂ, ഇതേ സിറ്റുവേഷൻ, ഏതാണ്ട് ഇതുപോലെ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. അശോക് ഗെഹ്ലോട്ടിന് വേണ്ടി സച്ചിൻ പൈലറ്റിനെ വെറുപ്പിച്ചു. ഇനി സച്ചിൻ പൈലറ്റ് എന്നാണ് അപ്പുറത്ത് പോകുന്നതെന്നും അത് കഴിഞ്ഞ് എപ്പോഴാണ് ഗെഹ്ലോട്ട് അപ്പുറത്ത് പോകുന്നതെന്ന് നോക്കിയാൽ മതി. ഇത് സച്ചിൻ പൈലറ്റ് ഒരു പോയിന്റിൽ BJP-യുമായിട്ട് ചേരുന്നത് വരെ നമ്മൾ എത്തി. ആ ഡിസ്കഷൻ നമ്മൾ നടത്തിയതല്ലേ, നമ്മൾ പലരും ഈ ചർച്ചകളിൽ വന്നിരുന്ന് സംസാരിച്ചല്ലേ. അപ്പൊ ഇങ്ങനെ ഒരാളെ പോലും പിടിച്ചു നിർത്താൻ പറ്റാതെ നിങ്ങൾ നിൽക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ വീക്ക്നെസ് ആണെന്നും നിങ്ങൾക്ക് സംഘടന ഇല്ലെന്നും നിങ്ങൾ വിചാരിച്ച ഒന്നും നടക്കത്തില്ലെന്നും ഉള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പുറത്ത് ഇപ്പൊ മനീഷ് തിവാരി പോകുന്നു എന്ന് പറയും. അപ്പൊ ഈ പറയുന്നവരെല്ലാം പൊഴിഞ്ഞു പൊക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പോ കുറച്ചാൾ ഈ ഡോറൊക്കെ അടച്ചിടണം, അല്ലെങ്കിൽ ഇതുവരെ ഇറങ്ങി ഓടും, എല്ലാവരും ഇറങ്ങി ഓടും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വരരുത്. കോൺഗ്രസ് ഞാൻ നെഗറ്റീവ് ഇതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ നോർത്ത് ഇന്ത്യൻ ഹാർട്ട്ലാൻഡില് ഈ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ മറ്റൊരാളിൽ നിന്ന് നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യം ചെയ്യൂ എന്നുള്ളൊരു കാര്യമുണ്ട്. അത് അവർക്ക് ചെയ്യാൻ അവർ അമ്പേ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന് മറ്റൊരാളെ പഴിചാരിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ ശ്രീമാറിയേട്ടൻ പറഞ്ഞ കുറെ കാരണങ്ങളാണ്. നമുക്കിപ്പം ഒരു ചർച്ചയിൽ വന്നിരുന്ന് അല്ലെങ്കിൽ ഒരു പാർട്ടിയെ ഇന്ന ആള് പോയതിന് 10 റീസൺ പറയുന്നു, മറ്റേ ആള് പോയതിന് 10 റീസൺ പറയുന്നു. 10, 20 റീസൺ ആയി എന്നുള്ളതല്ലാതെ ഈ പറയുന്ന ആള് അപ്പുറത്തെ പാളയത്തിലെത്തി, ഇവരുടെ കൂട്ടത്തിലുള്ള വോട്ടും അപ്പുറത്തെത്തി എന്ന കാര്യം നമ്മൾ മറക്കരുത്. പോകുന്ന പോക്കിന് ഇവരെ കമൽനാഥിനൊപ്പം ഏതാണ്ട് 15ഓളം MLA-മാർ പോകുന്നതാണ് പറയുന്നത്. സിദ്ധുവിനൊപ്പം അവിടെ ഉണ്ടാകുന്ന MLA-മാരുണ്ട്, അവർ പോകുമെന്ന് പറയുന്നു.
തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവം മുൻ MLA-മാരും MP അടക്കം അങ്ങോട്ടേക്ക് ചേരുന്നു. അങ്ങനെ ഒറ്റ പരിപാടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം, ബാക്കിയുള്ളവരും സംസാരിക്കണം. നോക്കൂ, BJP-യുടെ കൂട്ടത്തിൽ നിന്നൊരാളെ അന്ന് ഞാൻ ഈ ശ്രീമാറിയാട്ടിന്റെ ചർച്ചകളിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. BJP-യിൽ നിന്ന് വന്ന ഒരാളെ ഒരു ദിവസം നിങ്ങൾ PCC അധ്യക്ഷനാക്കുകയാണ്. സിദ്ധുവിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. നമ്മൾ പറഞ്ഞ K. സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ KPCC അധ്യക്ഷനാക്കുന്നത് പോലെ അല്ലേ അത്? അങ്ങനെ അല്ലേ അത് സംഭവിക്കുന്നത്? അപ്പൊ അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് ഇവർ ചെല്ലുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇവർക്ക് എവിടുന്നാണ് ഈ ഊർജം കിട്ടുന്നത്? ആരാണ് ഇവർക്ക് ഈ പറഞ്ഞ ഉപദേശം കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം ഏറ്റവും വലിയൊരു മണ്ടത്തരം കാണിക്കുക. എന്നിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ നേതാക്കന്മാരെല്ലാം സ്വാഭിത താല്പര്യങ്ങളുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവര് ചേരി മാറുന്നെന്നുള്ള ശ്രീമാറിയാട്ടന്റെ വാദത്തോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പാണ്. പക്ഷെ ഇവരുടെ കൂട്ടത്തിലുള്ളവരെല്ലാം അങ്ങ് പോവാണ്. അപ്പൊ ഇവരുടെ കൂട്ടത്തിലുള്ളവരെല്ലാം സ്വാഭിത താല്പര്യമുള്ളവർ മാത്രമാണോ? അങ്ങനെ ഒരു കാര്യമില്ലേ? കാര്യം നിങ്ങളുടെ കൂട്ടത്തിൽ ആരും നിൽക്കത്തില്ല, ആരും എല്ലാവരും അപ്പുറത്ത് പോകും. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെല്ലാം സ്വാഭിത ഓരോ പ്രാവശ്യം വരുമ്പം അങ്ങനെ ഈ കോൺഗ്രസിന്റെ പതാക ഉയർത്തിപ്പിടിക്കാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മൂല്യം അറിയാത്ത കുറെ പേര് മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയും MP സ്ഥാനത്തിന് വേണ്ടിയും ഇവിടുന്ന് അപ്പുറത്തേക്ക് പോവും. അവരൊന്നുമല്ല ഈ കോൺഗ്രസിനെ പിടിച്ചു നിർത്തുന്നുള്ള വലിയ വാചകങ്ങളൊക്കെ നമ്മൾ കേൾക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ കൂട്ടത്തിൽ ആരില്ല, എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ശ്രീ ഫക്രുദ്ദീൻ അലി, ഇവിടെ ഇന്ന് TN പ്രതാപൻ ഒരു ഓൺലൈൻ ചാനൽ ഇന്റർവ്യൂ കൊടുത്തിരുന്നു. കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ മുഖ്യ ശത്രു BJP ആണ്, സംഘപരിവാർ ശക്തികളാണ്, ഇത്തരം ശക്തികളെ അധികാരത്തിൽ നീക്കം ചെയ്യണം, ഞങ്ങൾ ദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ കൈകൂടി കോർത്തു പിടിക്കും, കേരളത്തിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യമാണ്, ഇവിടെ പൊതുശത്രു, പക്ഷേ ദേശീയ തലത്തിൽ ഞങ്ങളുടെ പൊതുശത്രു BJP ആണ്, കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങളുടെ ശാശ്വത ശത്രുവല്ല. കോൺഗ്രസിൻ്റെ ഒരു MP ഇക്കാര്യത്തിൽ മനസ്സ് തുറക്കുകയാണ്. ഈ മതനിരപേക്ഷത ഉറപ്പാക്കാൻ വേണ്ടി കോൺഗ്രസിലേക്ക് നിലപാടുള്ള ഒപ്പം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് ഞങ്ങൾ ഉറപ്പായും ഐക്യദാർഢ്യം പുലർത്തും. ഇത് പറഞ്ഞു വേണം മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരം കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയാകും ജനങ്ങളെ സമീപിക്കേണ്ടി വരിക എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ നിലപാടുകളിൽ ഒരു ഉറപ്പില്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട്. ഈ മറ്റ് പല സംസ്ഥാനങ്ങളിലും പല നിലപാടെടുക്കേണ്ട അവസ്ഥയുണ്ട്. അങ്ങനെ ദേശീയ തലത്തിൽ ഒരു വ്യക്തമായ കാര്യങ്ങളില്ലാതെ, കാര്യകാരണങ്ങളില്ലാതെ വോട്ടർമാരെ സമീപിക്കേണ്ടി വരിക, ഒപ്പം നേതാക്കന്മാരെ നേരത്തെ പറഞ്ഞതുപോലെ പിടിച്ചു നിർത്താൻ സാധിക്കാതെ വരിക. ഇതൊക്കെ എന്താണ് കോൺഗ്രസിന് സംഭവിക്കുന്നത്? ഇന്ത്യ മുന്നണി രൂപീകരിച്ച് BJP നേരിടാൻ ഇറങ്ങിത്തിരിച്ച ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഗതികേടല്ലേ ഇതൊക്കെ? പ്രധാനം പറഞ്ഞു വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂർ വരാൻ പോകുന്ന ചില രാഷ്ട്രീയ നാടകങ്ങളുടെക്കുള്ള സൂചനയാണോ എന്ന് എനിക്കറിയില്ല. അപ്പം ഏതായാലും അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഏതായാലും നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഉറപ്പാണ്, ഒരു ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ദേശീയ തലത്തിൽ ഒരു പോളിസി എടുക്കുകയും അത് താഴെ തട്ടിൽ ആ രീതിയിൽ അണികൾക്കിടയിൽ കൃത്യമായി എത്തിക്കാനുമുള്ള ഇപ്പം അടവ് നയങ്ങൾ എടുക്കുമ്പോൾ തന്നെ അത് അണികൾ ആ രീതിയിൽ കൺവിൻസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇതൊരു അടവ് നയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി സംഘടനയാണ് പ്രധാന രീതി, CPM-മാരൊക്കെ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ BJP-ക്കാർ ചെയ്യുന്ന പോലെ ഒരു സംവിധാനം കോൺഗ്രസിന് ഇല്ലാത്തതിന്റെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. ഇതാണ് ഈ സെമിക്കയുടെ സംവിധാനം എന്ന പാർട്ടി സംഘടന. ലാലു പറഞ്ഞ പോലെ സംഘടന ഇല്ലാത്തതിന്റെ ഒക്കെ ഒരു പ്രശ്നമാണത്. ഈ സംഘടന ഇല്ലാത്തൊരു പാർട്ടി ആയിരുന്നില്ല ഇത്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം വരെയൊക്കെ അല്ല, അതിനുശേഷം രാജീവിന്റെ കാലഘട്ടം വരെ ഒരു സെമിക്കയുടെ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇവർ ഗ്രൂപ്പ് കളി തുടങ്ങിയപ്പോഴും പിന്നെ അതാ ലോക്കൽ സട്രപ്സ് എന്ന് പറയുന്നിട്ടുള്ള ഈ സാമുദായിക നേതാക്കന്മാർ പ്രാദേശികമായിട്ട് എന്ത് സ്വാധീനമുള്ള, അപ്പം കേരളത്തിൽ K. കരുണാകരൻ അങ്ങനെയുള്ള നേതാക്കന്മാർ ലോക്കൽ സട്രപ്സിനെ വളർത്തിക്കൊണ്ടുവന്നതോടുകൂടി സംഘടനാ സംവിധാനം ഇല്ലാതായി വ്യക്തിപ്രഭാവത്തിന്റെ പുറത്ത് പണ്ടത്തെ രാജഭരണ കാലഘട്ടത്തിൽ മുഗൾസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്. അപ്പം ഹൈദരാബാദിലൊരു അവരുടെ ഗവർണർ ഉണ്ടായിരുന്നു. അപ്പോൾ സെൻട്രൽ വീക്കായ സമയത്ത് അയാൾ എന്ത് ചെയ്തു? അയാൾ വളരെ ശക്തനായിരുന്നു. അയാളുടെ സ്വാധീന ശക്തി ഉപയോഗിച്ച് ഹൈദരാബാദ് വേറെ രാജ്യം ഉണ്ടാക്കി. ഇത് എങ്ങനെയാണ് എല്ലാ എംപയറും ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തത് മധ്യകാലഘട്ടത്തിൽ. അപ്പം കോൺഗ്രസിന്റെ പ്രശ്നം എംപയറുമായിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഡൈനാസ്റ്റിന്റെ പുറത്തുണ്ടാക്കിയ ഒരു പാൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ എംപയർ പോലെയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ടെങ്കിലും അതുകൊണ്ടാണ് ഈ സംഘടനാ സംവിധാനം അവർക്ക് ഇല്ലാതെ പോയത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സെൻട്രൽ വീക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ഇങ്ങനെ ചാടിപ്പോകും. ഇങ്ങനെ ആദ്യം ചാടിപ്പോയത് ഈ പറഞ്ഞ ആശയപരമായ കാരണങ്ങൾ കൊണ്ടായിരുന്നു. അതായത് ഈ സംഘടനാ കോൺഗ്രസ് ഒക്കെ ഉണ്ടാക്കിപ്പോയത്. അപ്പം ഒരു ശക്തമായ രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ ഈ പറഞ്ഞ പല ആളുകൾ AK ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ പാർട്ടിയിലേക്ക് തിരിച്ചു വരികയുണ്ടായി. AK ആന്റണി ഉൾപ്പെടെയുള്ള ആളുകളെ പാർട്ടിയെ തിരിച്ചുകൊണ്ടുവരുന്നത് അന്നിവിടെ ആ സമയത്ത് കോൺഗ്രസിന് ഇവിടെ നിലനിർത്തിയ K. കരുണാകരനെ പോലുള്ള ആളുകളുടെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ്. അപ്പം അങ്ങനെ കൊണ്ടുവന്ന പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസിൽ എന്തുമാണെന്നുള്ള ഫീല് വന്നു. നിങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സ്വീകരിക്കും. അപ്പോൾ കോൺഗ്രസ് വൺസ് അധികാരത്തിൽ വരും, പവറൊക്കെ കോൺഗ്രസ് വീണ്ടും രുചിക്കുന്ന ഫീൽ ഇവന്മാരൊക്കെ തിരിച്ചു വരും.
അതിനുശേഷം ഇങ്ങനെ ഒരു സംഭവം 90s കോൺഗ്രസ് ദേശീയ തലത്തിൽ ലീഡർഷിപ്പ്, രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം ഒരു ലീഡർഷിപ്പിന്റെ ഒരു പ്രോബ്ലം വന്ന സമയത്ത് നരസിംഹറാവു ഗവൺമെന്റിന് ശേഷം പല ആളുകളും പോയി. അതിന് പോയത് ഇപ്പൊ താരിഖ് അൻവർ കണ്ട്, താരിഖ് അൻവർ സോണിയാഗാന്ധി ലീഡർഷിപ്പ് അംഗീകരിക്കാതെ പോയ ആളാണ്. അങ്ങനെ പല ആളുകളും പോയി. അതെനിക്കൊന്ന് കൊല്ലത്തുനിന്ന് വണ്ടി ജയിച്ച ഈ കൃഷ്ണകുമാർ എന്ന മന്ത്രി, അത് അയാളുടെ ഭാര്യ BJP പോയി, പിന്നെ അയാളും പോയി, പിന്നെ കോൺഗ്രസ് അധികാരം കിട്ടിയപ്പോൾ അയാൾ തിരിച്ചു വന്നു. നമ്മളവിടുന്ന് കേരള വികാസ് പാർട്ടി ഉണ്ടാക്കിയ ദേവൻ കോൺഗ്രസിൽ ലയിച്ചു. പിന്നെ അതിനുശേഷം ഈ പറയുന്നതിനെ കോൺഗ്രസ് ഇപ്പൊ പവർ നഷ്ടപ്പെടാതെ അദ്ദേഹം BJP ചേർന്നു. അപ്പം ഈ രീതിയിൽ സംഭവിക്കുന്ന സമയത്ത് ശക്തമായ ഒരു നിലപാടെടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇത്തരം എലിമെന്റ്സിനെ വലിയൊരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ കോൺഗ്രസ് ചെയ്തില്ല. അവർക്ക് അന്ന് വന്നപ്പോൾ എന്താ പറയുക, ആളുകളെ കൂട്ടിയിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ട്രിപ്പ് അടിക്കാറുണ്ട്. ഈ കണ്ണാടിയിൽ നിന്ന് ബാലുശ്ശേരിക്ക് ജീപ്പ് ട്രിപ്പ് അടിക്കും. അപ്പോൾ ഒരു ജീപ്പിൽ 4 ആളാണ് ഫ്രണ്ട്, 8 ആള് ബാക്കിലും. ഇതങ്ങ് ഫില്ലായി കഴിഞ്ഞാൽ ബാക്കി ആളുകൾ തൂങ്ങി പിടിച്ചു പോകാം. പിന്നെ കണ്ട ആളുകളൊക്കെ പിടിച്ചു കയറ്റത് തൂങ്ങി പോകാൻ വേണ്ടി വന്ന ബാലുശ്ശേരി എന്ന് വിളിച്ചത്. അതുപോലെ ആളുകളെ കൊണ്ടുവന്നതിന്റെ പ്രശ്നമാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട അപകടമൊന്നും ആ ടാക്സിക്കാർ ശ്രദ്ധിക്കാറില്ല, ഇതിന് സാധ്യതകളൊന്നും. ഇതാണ് കോൺഗ്രസിന്റെ ഒരു സംവിധാനം. അപ്പോൾ സംഘടനാ സംവിധാനം ഇല്ലാത്തതിന്റെ നമുക്കറിയാം. ഒരു പ്രശ്നമാണ്. ആന്ധ്രാപ്രദേശിൽ എത്ര ശക്തമായ പാർട്ടിയായിരുന്നു നമുക്കറിയാം. അവിടെയൊക്കെ അവിടെ ഉണ്ടായിരുന്ന ശക്തരായ നേതാക്കന്മാരെ ഹൈക്കമാൻഡ് അവിശ്വസിച്ചതിന്റെ ഫലമായി മണ്ണ് പൂർണ്ണമായും ഇളകിപ്പോയ പശ്ചാത്തലമാണ്. ഈ മധ്യപ്രദേശിലും രാജസ്ഥാനിലും കേരളത്തിലുമൊക്കെയാണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കോൺഗ്രസിന് താങ്കൾ പറഞ്ഞ സംഘടനാ സംവിധാനത്തിന്റെ എന്തെങ്കിലും തലത്തിലുള്ള അടിത്തട്ടിൽ വരെ വേരുള്ളത്. അവിടുത്തെ പ്രധാന നേതാക്കന്മാരാണ് ഈ വിട്ടുപോകുന്നത്, MLA-മാരെ കൊണ്ടുപോകുന്നത്. അവരെ നിലനിർത്തുക, അവർക്ക് വേണ്ട പരിഗണന നൽകുക എന്നുള്ള രീതി. ഇപ്പോൾ കേഡർ പാർട്ടിയൊന്നും അല്ലല്ലോ കോൺഗ്രസ്. അതുകൊണ്ട് സ്വാഭാവികമായും സ്വതന്ത്ര ചിന്താഗതിയുള്ള, സ്വന്തമായി നിലപാടെടുക്കുന്ന പല ആളുകളും കാണും. അവരെ അവിടെ നിലനിർത്തുക എന്ന പ്രധാനപ്പെട്ട രീതി കൂടി ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകണ്ടേ? അല്ല, ഇതിന്റെ കാര്യം സെമി കേഡറാണ് കോൺഗ്രസ്. നെഹ്റുവിന്റെ കാലഘട്ടത്തും ഗാന്ധിജിയുടെ കാലഘട്ടത്തേക്ക് പാർട്ടി സെമി കേഡറാണ്. ഭയങ്കര അച്ചടക്കത്തിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന പാർട്ടിയാണ്. എനിക്ക് 80കളിലൊക്കെ തന്നെ സേവാദളിലൊക്കെ അവിടെയൊക്കെ നമ്മളെ വീട്ടിലൊക്കെ പരിപാടിയാണ്. എനിക്ക് അതിനോട് ഡിസിപ്ലിൻ കണ്ട് അന്നത്തെ ഇന്നും CPM-ന്റെ കൂട്ടുമാറ്റ കടത്ത് അതിന് എന്ത് ഡിസിപ്ലിൻ ആക്കി ആ രീതിയിലാണ് അന്ന് സേവാദളൊക്കെ വർക്ക് ചെയ്തത്. എനിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ ചേട്ടന്റെ കാലഘട്ടം വരെയൊക്കെ അത് ആ രീതിയിൽ തന്നെ ഉണ്ടായി. പിന്നെയാണ് കേരളത്തിൽ ആ രീതിയിൽ ഡിസിന്റഗ്രേറ്റഡ് ആയത്. നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ തന്നെ പറഞ്ഞു, ലോക്കൽ സെറ്റപ്സിനെ വളർത്തിക്കൊണ്ട് വന്നത് നിങ്ങൾക്ക് ആ രീതിയിൽ ഒരു പ്രസ്ഥാനത്ത് ഒരുപാട് കാലം മുന്നോട്ടുണ്ടാകാൻ പറ്റില്ല. നിങ്ങൾ സെൻട്രൽ വീക്കാവുന്ന സമയത്ത് ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കും. കാരണം നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞു. നിങ്ങൾ നോക്കൂ, ഇപ്പം മമതയാണെങ്കിൽ ഇവരെല്ലാം തന്നെ കോൺഗ്രസിന് പോയ ആളുകളല്ലേ മഹാഭൂരിപക്ഷ ആളുകൾ. ഒരു പാർട്ടി സംവിധാനമാകുമ്പോൾ അതിനൊരു ആശയപരമായ അടിത്തറയും എണ്ണയിട്ട യന്ത്രം പോലെയുള്ള സംഘടനാ സംവിധാനം വേണം. ഇപ്പൊ CPM-നാണെങ്കിലും അതുപോലെ തന്നെ ഈ പറയുന്ന BJP-ക്കാണെങ്കിലും അങ്ങനെ സംവിധാനമുണ്ട്. അല്ലെങ്കിൽ എന്ത് വേണം, നിങ്ങൾ പിന്നെ മത്സരിക്കുന്നത് ഈ പറയുന്ന ഈ കേഡർ പാർട്ടികളോടായിരിക്കരുത്. നിങ്ങളെപ്പോലെ തന്നെയുള്ള NCP പോലുള്ള പാർട്ടികളൊക്കെ നിങ്ങൾക്ക് ആ രീതിയിൽ മത്സരിക്കുക. കാരണം ആളുകൾക്ക് ഈ 6ാമത്തെ ഷെല്ലിലെ ഔട്ടർ ഷെല്ലിലെ 6 ഇലക്ട്രോണുകളുള്ള പിന്നെ മൂലകങ്ങൾ പോലെയാണ്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ കെമിക്കൽ ബോണ്ടും പൊളിറ്റിക്കൽ ബോണ്ടും ഒക്കെ ഉണ്ടാക്കും. പക്ഷേ നിങ്ങൾ BJP-യെ പോലെ അല്ലെങ്കിൽ CPM പോലെയുള്ള കേഡർ സ്വഭാവമുള്ള പാർട്ടികളുമായിട്ടാണ് നിങ്ങൾ മത്സരമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ലക്ഷ്യം നിങ്ങൾക്കില്ല. ഈ പറയുന്നത് ഒരാൾക്കൂട്ടമായി നിൽക്കാനുള്ള അത് ഇത്രയും കാലമായിട്ട് കോൺഗ്രസിന് മനസ്സിലാകാത്തതിന്റെ ഫലമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത്, ഇവിടെ മധ്യപ്രദേശിലെ നമുക്കറിയാം PCC അധ്യക്ഷൻ കമൽനാഥിനെ വിശേഷിപ്പിച്ചത് ശരിയുമാണ്. ഈ ഇന്ദിരാഗാന്ധിയുടെ മൂന്നാമത്തെ മകൻ ഇന്ദിരാജിയുടെ മൂന്നാമത്തെ മകൻ BJP-യിൽ ചേരുമോ എന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമോ എന്നാണ്. കമൽനാഥ് നമുക്കറിയാം മൃദു ഹിന്ദുത്വം പരീക്ഷിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ കൂട്ടത്തിൽ മുൻപന്തിയിലുള്ള ഒരാൾ കൂടിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം അദ്ദേഹം അത് ഒരുപാട് പരീക്ഷിച്ചതാണ്, വിജയിച്ചില്ല. കമൽനാഥിൻ്റെ ശക്തി അറിയാം. മധ്യപ്രദേശിലെ ഈ പറഞ്ഞതുപോലെയുള്ള മറ്റ് പ്രധാന നേതാക്കൾ ചവാൻ പാർട്ടി വിടുന്നു, ഇപ്പോൾ മനീഷ് തിവാരിയുടെ പേര് കേൾക്കുന്നു, ഏറ്റവും ഒടുവിൽ സിദ്ധു. ഒരുപാട് കാരണങ്ങളുണ്ടാകാം, പക്ഷേ ഇവരെയൊക്കെ പിടിച്ചു നിർത്തണ്ടേ പാർട്ടിയിൽ? ഇനിയും അവശേഷിക്കുന്ന നേതാക്കളെ പോലും ഇങ്ങനെ അവർ കൈവിടേണ്ടി വന്നാലുള്ള അവസ്ഥ എന്താണ് ഈ പാർട്ടിയുടെ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നു, BJP-യോട് നേരിടുമെന്ന് പറയുന്നു, കുറഞ്ഞ സീറ്റുകൾ മത്സരിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നു. അപ്പോഴും ഈ അടിവേരിളകുന്നത് മനസ്സിലാവാത്ത ഹൈക്കമാൻഡാണോ ഉള്ളത്? അല്ല, നോക്കൂ, ഇതെല്ലാം തമാശ എന്താന്ന് വെച്ചാൽ ഇതെല്ലാം തന്നെ ഈ ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ BJP ഇതര സഖ്യത്തിന്റെ ഭാഗമാകാൻ വേണ്ടി നിന്ന അതിന്റെ നെടുനായകത്വം ഓരോ സംസ്ഥാനങ്ങളിലും വഹിക്കാൻ വേണ്ടി നിന്നിരുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരുടെ മക്കളാണ്. അവരും രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനോട് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയോട് ആശയപരമായിട്ടോ മാനസികമായോ യാതൊരു വിധത്തിലുള്ള അടുപ്പവും ഇല്ലാതെയാണ് ഇവരെല്ലാവരും തന്നെ ഇത്രയും കാലം അവിടെ നിന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കമൽനാഥ് പോകുന്നു എന്നുള്ള ഒരു റൂമറൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായിട്ട്
പല തെരഞ്ഞെടുപ്പ് പരാജയങ്ങളൊക്കെ വന്നിരിക്കുന്നു, പല സ്ഥലങ്ങളിലുള്ള ചുമതലകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാത്തിലും അദ്ദേഹത്തിനെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പാർട്ടി എന്തെങ്കിലും രീതിയിലുള്ള പാർട്ടിയുടെ ഒരു പ്രശ്നം സംഘടനാ തലത്തിലോ തെരഞ്ഞെടുപ്പ് പെർഫോമൻസിലോ ഉണ്ടാവുകയാണെങ്കിൽ അതിന് പലപ്പോഴും ഒരു വ്യക്തിയെ മാത്രം ബ്ലെയിം ചെയ്യുന്ന രീതിയിലത്തേക്ക് കോൺഗ്രസ് ചുരുങ്ങുന്നു. അഥവാ അത് സംഘടനാ സംവിധാനത്തിന്റെ മൊത്തത്തിലുള്ള പരാജയമാണ് എന്ന് പറയുന്നതിനോ അല്ലെങ്കിൽ അവരുടെ സെൻട്രൽ ലീഡർഷിപ്പിന്റെ കോർഡിനേഷന്റെ പ്രശ്നമാണ് എന്ന് പറയുന്നതിനോ ഇതിലൊരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം പലപ്പോഴും കോൺഗ്രസ് കാണുന്നില്ല. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതിന്റെ ക്രെഡിറ്റ് പല നേതാക്കന്മാരും ഹൈക്കമാൻഡിനൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ തെലങ്കാനയിൽ അധികാരത്തിൽ വരുന്ന സമയത്തൊക്കെ തന്നെ ആ രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായ പ്രകടനമൊക്കെ പല നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതേസമയം അവരുടെ കയ്യിലുണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ അവർക്ക് നഷ്ടപ്പെടുന്ന സമയത്ത് ഈ രീതിയിൽ നമ്മളത് കാണുന്നുമില്ല. അപ്പൊ ഇങ്ങനെ പലപ്പോഴും മുതിർന്ന നേതാക്കന്മാർ, നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദിരാഗാന്ധിയുടെ മൂന്നാമത്തെ മകൻ എന്ന രീതിയിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ആളിന് പോലും പാർട്ടിയുടെ ഇന്നത്തെ ലീഡർഷിപ്പിൽ നിന്ന് ഹൈക്കമാൻഡിൽ നിന്ന് കിട്ടുന്നത് ഈ രീതിയിലുള്ള സമീപനമാണ് എങ്കിൽ മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താകും എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ഒരു പരാജയത്തിന്റെ പേരിൽ കമൽനാഥിനെ പൂർണ്ണമായും എഴുതിത്തള്ളുകയാണ്. രാജ്യസഭാ സീറ്റ് ചോദിക്കുമ്പോൾ നൽകുന്നില്ല, കൊടുക്കണമെന്നല്ല, പക്ഷെ പരിഗണന വേണം. അതെ, അതുണ്ടാകുന്നില്ല. അപ്പൊ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കൂ, ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക തലമുറയുടെ മാത്രം പ്രശ്നമാണിതെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട രാജിക്കത്തുകൾ ഒരുപക്ഷെ രണ്ട് സമയങ്ങളിൽ ചർച്ച ചെയ്തതാണ്. അത് ഒന്ന് ശ്രീ ഗുലാം നബി ആസാദിന്റേതായിരുന്നു. അദ്ദേഹം ഇതേപോലെ ഇന്ദിരാഗാന്ധിയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന നേതാവാണ്. പിന്നീട് ഇങ്ങോട്ട് വന്നിരുന്ന കോൺഗ്രസിലെ പല ആൾക്കാരുടെയും മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയായിരുന്ന മുതിർന്ന നേതാവാണ്. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതിന്റെ കാരണങ്ങൾ അദ്ദേഹം എന്തൊക്കെയാണോ രാജിക്കത്തിൽ പറഞ്ഞിരുന്നത് അതേ കാരണങ്ങൾ തന്നെയാണ് താരതമ്യേന വളരെ ജൂനിയർ ആയിരുന്ന കോൺഗ്രസിന്റെ ഒരു വക്താവ് മാത്രമായിരുന്ന ജയ്വീർ ഷെർഗിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയപ്പോൾ പറഞ്ഞിരുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് അദ്ദേഹം കോൺഗ്രസിൽ കണ്ടത് എന്നതിനെപ്പറ്റി ഈ രണ്ടാൾക്കാരുടെയും റെസിഗ്നേഷൻ ലെറ്ററിൽ ഒരേ കാരണങ്ങളാണ്. അതായത് കേന്ദ്ര ലീഡർഷിപ്പിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഒരു ഉപജാപക വൃന്ദമുണ്ട് എന്നും പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് കൂടിയാലോചനകൾ ഇല്ലാതെയാണ് എന്നും അവിടേക്കൊരു അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു മനസ്ഥിതി പോലും അവർ സൂക്ഷിക്കുന്നില്ല എന്നുമുള്ള കടുത്ത വിമർശനമാണ് ഈ രണ്ടാൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം ലോയലാണ് എന്നുള്ളതോ നിങ്ങൾ താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള ആളാണ് എന്നുള്ളതോ ഒന്നും തന്നെ ഇവിടെ പരിഗണനയല്ല. തീരുമാനങ്ങളെല്ലാം ഒരുപക്ഷെ ഒരു ചെറിയ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എടുക്കുന്നു എന്നുള്ളതാണ് പരക്കെ ഉണ്ടായിട്ടുള്ള വിമർശനം. അപ്പൊ എന്താ ഉണ്ടാവുക, പല നേതാക്കന്മാർക്കും ഈ ഒരു ഗ്രൂപ്പിന്റെ കോർ ഭാഗമാകാനായിട്ട് കഴിയാത്ത പല ആൾക്കാർക്കും ഈ അവഗണന തുടർച്ചയായിട്ട് നേരിടുന്നുണ്ട്. അപ്പൊ അതിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ, ഇപ്പൊ ഈ ചർച്ചയിൽ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ ഇപ്പൊ ജ്യോതിരാദിത്യ സിന്ധ്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വളരെ വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകേണ്ടുന്ന രണ്ടാൾക്കാരുണ്ട്. ഒന്ന് ജ്യോതിരാദിത്യ സിന്ധ്യയും, രണ്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡുമാണ്. നേരെ മറിച്ച് അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് ഹൈക്കമാൻഡ് പരാജയപ്പെട്ടപ്പോൾ ആ തീരുമാനം സ്വയം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് അദ്ദേഹം തയ്യാറായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കൂടുതൽ പ്രോസ്പെക്ട്സ് കിട്ടുന്നത് ഏത് പാർട്ടിയിലാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചർച്ചകൾ നടത്തുന്നു. ആ പാർട്ടിയിലേക്ക് പോകുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർട്ട്ഫോളിയോ കിട്ടിയിട്ട് അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുന്നു. മറ്റുള്ള എത്രയോ ആൾക്കാർ, ഒരു സമയത്ത് കോൺഗ്രസിന്റെ യങ് ബ്രിഗേഡ് എന്ന് പറഞ്ഞിരുന്ന പല ആൾക്കാർ, ഇപ്പൊ ജിതിൻ പ്രസാദയെ പോലെയുള്ള, അല്ലെങ്കിൽ അവരുടെ ചാനൽ ചർച്ചകളിലെ ഏറ്റവും നല്ല മുഖമായിരുന്ന ജയ്വീർ ഷെർഗിലിനെ പോലെയുള്ള ആൾക്കാരുണ്ട്. ഇനി അശോക് ചവാൻ ഇപ്പൊ ഇതിനോടകം തന്നെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ രാജാജിയുടെ ചെറുമകൻ CR കേശവൻ കോൺഗ്രസിന്റെ വക്താവായിരുന്ന ആളാണ്. അതേപോലെ മുഖ്യമന്ത്രിയായിരുന്ന കിരൺ റെഡ്ഡി ഇവിടെ വന്ന് പോയിട്ടുണ്ട്. RPN സിംഗ് പോയിട്ടുണ്ട്. ഒരു സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഹാർദിക് പട്ടേലിനെ പോലെയുള്ള ആൾക്കാർ, ഇവരെല്ലാം പലരും ഇങ്ങനെ സ്വന്തം നിലയ്ക്ക് പ്രശസ്തരായവരോ അല്ലെങ്കിൽ ബന്ധുത്വം കൊണ്ട് പ്രശസ്തരായിട്ടുള്ളതോ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ കേരളത്തിലുള്ള അനിൽ ആന്റണി വരെ ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ചുമതലകളൊക്കെ വഹിച്ചിരുന്ന എന്ന് പറയാവുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ, അതായത് ഞാൻ പറയുന്നത് താരതമ്യേന ചെറുപ്പമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും കുറെ അധികം പേരിങ്ങനെ പോയി. ഇതിൽ ചില ആൾക്കാരൊക്കെ സ്വന്തമായിട്ടുള്ള പാർട്ടി ഉണ്ടാക്കിപ്പോയി, ചില ആൾക്കാർ തിരിച്ചു വീണ്ടും കോൺഗ്രസിലേക്ക് വന്നു. അതിനുശേഷം അവരെല്ലാവരും തന്നെ BJP-യിലേക്ക് പോകുന്നു. ഇതിൽ വേറൊരാളുണ്ട്, അത് കപിൽ സിബലാണ്. കപിൽ സിബലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് ചേരുക എന്നതിനപ്പുറത്തേക്ക് ഈ രീതിയിലുള്ള കോൺഗ്രസ് സംവിധാനത്തിനോട് ചേർന്ന് നിൽക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ വ്യക്തിഗതമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല രീതികളിൽ അവരുടെ മെറിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പല നേതാക്കന്മാർക്കും നിലവിലുള്ള കോൺഗ്രസ് സംവിധാനത്തിനോട് ചേർന്ന് പോകാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇതെന്തുകൊണ്ടാണ് എന്നതിനെപ്പറ്റി കോൺഗ്രസ് ഏതെങ്കിലും ഒരു സമയത്ത് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ പല ആൾക്കാരും, ഞാനിപ്പോ ഈ പറഞ്ഞ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പല ആൾക്കാരും അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഗാന്ധി കുടുംബത്തിൻ്റെതായിട്ടുള്ള, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടേതായിട്ടുള്ള ചില തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ ഒരു കോട്ടറി ഓഫ് പീപ്പിൾ ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നതുമായിരുന്നു.
നിലവിൽ ആ വലിയ വിമർശനമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്താണ് ചെയ്തത്? ഗാന്ധി കുടുംബത്തിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ മാറി നിൽക്കുന്നു. അതിനുശേഷം സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിൽ ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം എന്ന് പറയുന്നു. അതിൽ പോലും മത്സരിച്ചിരുന്ന ശശി തരൂർ തനിക്ക് വിവേചനം നേരിട്ടതിനെ പറ്റി പറയുന്നു. അവസാനം ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ അവിടെ കോൺഗ്രസിന്റെ അധ്യക്ഷനാകുന്നു. പക്ഷെ ആ സമയത്ത് പോലും ഈ രീതിയിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താക്കോൽ ഇപ്പോഴും ഖാർഗെയുടെ കയ്യിലല്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അതല്ല എങ്കിൽ പൊതുവെ ഒരു നോൺസെൻസ് മനുഷ്യനാണ് എന്ന് കരുതപ്പെടുന്ന ഖാർഗെയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യാൻ അറിയേണ്ടതാണ്. അദ്ദേഹം വളരെ സീനിയറാണ്. ഈ പറയുന്ന ആൾക്കാരെ എല്ലാവരെയും ഒരേ മനസ്സോടെ കാണാൻ കഴിയേണ്ടുന്ന ഒരാളാണ്. അപ്പൊ പ്രസിഡന്റ് മാറിയിട്ടും തലപ്പത്തൊരു ചേഞ്ച് ഉണ്ടായതിനു ശേഷവും ഇതിന്റെ താക്കോൽ ആരാണോ നിയന്ത്രിക്കുന്നത്, ആരൊക്കെയാണോ ഈ ഉന്നത നേതാക്കളുടെ ചെവിയിൽ കാര്യങ്ങളൊക്കെ മന്ത്രിച്ചു കൊടുക്കുന്നത്, ആ ആൾക്കാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളൊരു അല്പം പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വിമത ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് ഗ്രൂപ്പ് ഓഫ് 50 എന്നോ ഗ്രൂപ്പ് G23 അല്ലെ, ഗ്രൂപ്പ് ഓഫ് 23 എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർ, അതിലുണ്ടായിരുന്ന പല ആൾക്കാരും ചാടിപ്പോയി. അതിലുണ്ടായിരുന്ന പല ആൾക്കാരും പല രീതികളിൽ തിരുത്താനായിട്ട് ശ്രമിച്ചു. ഇപ്പൊ ഗുലാം നബി ആസാദ് തന്നെ പറയുന്നുണ്ട്, ഞാൻ അവിടെ 2014 ആയപ്പോഴത്തേക്ക് നമ്മുടെ ഫോക്കസ് വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിനെ ധരിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അവരത് കേട്ടുപോലുമില്ല. ഞാൻ അവിടെ കൊടുത്തിരിക്കുന്ന ആ കാര്യം ഇപ്പോഴും അതേപോലെ ഇരിക്കുകയാണ്, അവരത് തുറന്നു നോക്കിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള പല ആൾക്കാരും പിന്നീട് ഈ വിമത ഗ്രൂപ്പ് എന്ന രീതിയിൽ വന്ന ഗ്രൂപ്പിൽ വന്നു. പല ആൾക്കാരും അത് വിട്ടുപോയി. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ചാടിപ്പോകും എന്നൊക്കെ പറഞ്ഞിരുന്ന ശശി തരൂർ മാത്രമാണ് ഇപ്പോഴും ചാടാതെ ആ പക്ഷത്തിരിക്കുന്നത്. മറ്റുള്ള പല ആൾക്കാരും അവിടെ നിന്ന് പോയി എന്നുള്ളതാണ് തമാശ. പലപ്പോഴും ശശി തരൂർ പോവില്ല എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ വരെ അതിൽ നിന്ന് ചാടി. ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ കേൾക്കുന്ന ആരാണ്? അതേ ഗ്രൂപ്പിൽ തന്നെയുള്ള മനീഷ് തിവാരിയെ പോലെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കമൽനാഥിനെ പോലെ, ഇപ്പോ സിദ്ധു വരെ ആ ഗ്രൂപ്പിൽ ഇല്ലാതിരുന്നിട്ടുമുള്ള സിദ്ധു വരെ ഈ നിമിഷം ചാടിപ്പോകും എന്ന രീതിയിലേക്ക് പറയുന്നു. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ കോൺഗ്രസിന്റെ കൂടെ നിൽക്കും, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തീയതിയിൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ആരൊക്കെ ഇരിക്കും എന്ന് പറയാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഇപ്പൊ കഴിയില്ല. ഇപ്പൊ നമ്മൾ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവിനെ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കണം, ഇന്ന നേതാവ് സച്ചിൻ പൈലറ്റോ മനീഷ് തിവാരിയോ ആരെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന തീയതിയിൽ ഏപ്രിൽ മാസം അവസാനം, അപ്പോഴൊക്കെ ആയിരിക്കുമല്ലോ ഈ തെരഞ്ഞെടുപ്പൊക്കെ ഇതോടുകൂടിയിട്ടായിരിക്കുമല്ലോ നടക്കുന്നത്, ആ സമയത്ത് പാർട്ടിയിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ കൈവച്ചവർക്ക് പറയാൻ കഴിയില്ല. ആ ഒരു സാഹചര്യം അവിടെ ഉണ്ട്. ഞാൻ പറയുന്നത്, ഇത് എന്തുകൊണ്ടുണ്ടായി എന്നതിനെ പറ്റി കൃത്യമായി പരിശോധിക്കുന്നതിനോ അവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ അക്നോളജ് ചെയ്തിട്ട് പരിഹാര മാർഗങ്ങൾ തേടുന്നതിനോ കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് ഈ വിമതരെന്ന് പറയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇങ്ങനെ അവഗണന നേരിട്ടു എന്ന് പറയുന്ന ആൾക്കാരോ ഒക്കെ തന്നെ ഈ ഹൈക്കമാൻഡിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കോൺഗ്രസ് തന്നെ വിശ്വസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം ഉൾപ്പെടെ നമുക്ക് ഡയലോഗുകളിൽ കൂടി പരിഹരിക്കാം എന്ന് തീരുമാനിച്ചിരുന്ന ആൾക്കാരാണ്. ആ ഒരു ഡയലോഗിനുള്ള ഒരു സാധ്യത പോലും കോൺഗ്രസിന്റെ നേതൃത്വം തുറന്നിടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ എത്ര തവണ ചർച്ചകൾ ഈ മൂന്നുപേരുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയണം. പ്രസക്തമായ ഒരുപാട് തകർച്ചയുടെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി മൂന്നുപേരും. ഈ തീരുമാനങ്ങൾ കൃത്യമായി എടുക്കാൻ പറ്റാത്ത ഒരു ഹൈക്കമാൻഡ് പല സംസ്ഥാനങ്ങളിലും. ഒപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കാണുന്നത് രാഹുൽ ഗാന്ധി തുടങ്ങിയൊരു യാത്ര പകുതിക്ക് നിർത്തിവെച്ച് മടങ്ങുകയാണ്. ഇപ്പോഴാണ് അദ്ദേഹത്തിന് വെളിപാടുണ്ടായത്, തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ്, സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കണം, ഇന്ത്യ മുന്നണിയിലെ ചർച്ചകൾ നടക്കണമെന്നൊക്കെ. ഇങ്ങനെ ഈ വേണ്ട സമയത്ത് വേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇപ്പോഴും എന്തുകൊണ്ടാണ് പുറകോട്ട് പോകുന്നത്? BJP പോലെ വലിയൊരു ശക്തിയാണ് മറുവശത്തുള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമുണ്ടാകുന്നില്ലേ ഇപ്പോഴും നേതാക്കന്മാർക്ക്? ശ്രീ രഞ്ജിത്ത്, ഇവിടെ മൂന്നുപേരും പറഞ്ഞത് ഞാൻ കേട്ടു. കാരണം അവർ മൂന്നുപേരും ഒരു കോൺഗ്രസ് അനുകൂല നിലപാട് ഉള്ളവരല്ല എന്ന് അവരുടെ അഭിപ്രായങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ ഒരു കോൺഗ്രസ് അനുകൂല നിലപാടുള്ള ഒരാളുമാണ്. ഇവിടെ നോക്കൂ, ഇപ്പൊ ശ്രീ ലാല് പറഞ്ഞത് കോൺഗ്രസിന്റെ ആദ്യകാലത്തെ ചരിത്രത്തെ കുറിച്ച് പറഞ്ഞു. ശ്രീ ഫക്രുദ്ദീൻ കോൺഗ്രസിന്റെ ഒരു പരിഹാസ രൂപേണ അതിന്റെ ഗയാറാവിനെ കുറിച്ച് പറഞ്ഞു. ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ വളരെ കാര്യം എന്താണ്? ഇപ്പോഴും കോൺഗ്രസില് വേണ്ടത്ര രീതിയിൽ ഹൈക്കമാൻഡ് താഴെത്തട്ടുള്ളവരെ മുഖവിലക്കെടുക്കുന്നില്ല, ജനാധിപത്യ സംവിധാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞെങ്കിലും അതിപ്പോഴും ഖാർഗെയുടെ കയ്യിൽ എത്തുന്നില്ല എന്നൊക്കെയാണ്. നമുക്ക് BJPയിൽ ഇന്നത്തെ കാര്യം തന്നെ നിലക്കും. ഇന്ന് എന്താണ് BJPയുടെ ദേശീയ കൗൺസിലിൽ ഉണ്ടായത്? ദേശീയ കൗൺസിലിൽ നരേന്ദ്രമോദി പറയുന്നു 370 സീറ്റ് വേണം, 400 സീറ്റ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വരുന്നു. ലോക രാജ്യങ്ങൾ പറയുന്നു, ചർച്ച നടത്താൻ ക്ഷണിച്ചു ലോകരാജ്യങ്ങള്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിലത്തെ ജനങ്ങളോടാ പറയുന്നത്. ലോകരാജ്യങ്ങള് ഇനിയൊരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് BJP ക്ഷണിച്ചു എന്ന് വെച്ചാൽ BJP വരും. ഇങ്ങനൊക്കെ പറയുന്ന ഒരു പാർട്ടി, അതില് ഒരു സർവാധിപത്യം ഇവരാരും കാണാത്തതാണ് എനിക്ക് കൗതുകമായിട്ട് തോന്നുന്നത്. കോൺഗ്രസ് അധികാരത്തിലുള്ളപ്പോൾ ഒരു കോൺഗ്രസ് നേതാവും കോൺഗ്രസ് വിട്ടു പോയിട്ടില്ല. UPA ഗവൺമെന്റ് ഇരിക്കുമ്പോഴും, അതുപോലെ ഇന്ദിരാഗാന്ധി പ്രതാപത്തിലിരിക്കുമ്പോഴും, അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഇരിക്കുമ്പോഴൊക്കെ കോൺഗ്രസ് വിട്ട് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് ആശയപരമായ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു.
ഇവിടെ ശ്രീ എ കെ ആന്റണിയെ കുറിച്ച് പറഞ്ഞതിന് ഞാൻ തുടങ്ങാം. എ കെ ആന്റണി കോൺഗ്രസ് വിട്ടുപോയതല്ല. അക്കാലത്ത് കോൺഗ്രസ് പിളർന്നപ്പോൾ 70കളുടെ അവസാനത്തിൽ കോൺഗ്രസ് പിളർന്നപ്പോൾ അന്ന് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തോടൊപ്പമാണ് എ കെ ആന്റണി നിന്നത്. അന്ന് ഇന്ദിരാഗാന്ധിയും കൂട്ടരും വേറൊരു കോൺഗ്രസ് ഇന്ദിര ഉണ്ടാക്കിയപ്പോൾ അതല്ല, ബ്രഹ്മാനന്ദ റെഡ്ഡിയും ദേവരാജ അരശും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ആണ് യഥാർത്ഥ സംഘടനാ കോൺഗ്രസ്, സംഘടനാ സംവിധാനം അതാണ് എന്ന് പറഞ്ഞിട്ടാണ് ആന്റണി നിന്നത്. അന്നാണ് കോൺഗ്രസ് യു എന്ന് പറഞ്ഞത്. അതിനുശേഷം പിന്നെ ആ കോൺഗ്രസ് പല പേരിലും മാറി മാറി വന്ന് പിന്നെ ആന്റണി 82-ൽ തിരിച്ച് ലയിച്ചു. കോൺഗ്രസ് ലയന സമ്മേളനമാണ് കൊച്ചിയിൽ നടന്നത്. ലയന സമ്മേളനം ഇന്ദിരാഗാന്ധി വന്നത് ഓർമ്മ വേണം. അപ്പൊ ആ ഒരു സാഹചര്യമല്ല ഇപ്പോഴത്തെ പോക്ക് എന്ന് പറയുന്നത്. കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുന്ന പാർട്ടി ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അധികാരം ഇല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്ന നേതാക്കൾ പോകുന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ബി ജെ പിയുടെ അവസ്ഥ കൂടെ നമ്മൾ നോക്കണ്ടേ? ഇപ്പൊ ബി ജെ പിയിലെ എൽ കെ അദ്വാനി ആണെങ്കിലും മുരളി മനോഹർ ജോഷി ആണെങ്കിലും ഉമാഭാരതി ആണെങ്കിലും ഗോവിന്ദാചാര്യ ആണെങ്കിലും എവിടെയാണ്? അവർ പാർട്ടി വിട്ടുപോയിട്ടില്ല എന്നുള്ള ശരി തന്നെയാണ്. പക്ഷെ അവർ പറയട്ടെ എന്തുകൊണ്ട് അവർ മാറ്റി നിർത്തപ്പെട്ടു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ സജീവമാകുന്നില്ല, ഇത് നമ്മൾ ആലോചിക്കണ്ടേ? കാരണം അവർ മാറ്റി നിർത്തപ്പെട്ടെങ്കിൽ അവർ പാർട്ടി വിടുന്നില്ല. പക്ഷേ അവർ ഒരുപക്ഷെ കേന്ദ്രത്തിൽ ബി ജെ പിക്കും എൻ ഡി എക്കും അധികാരം ഇല്ലെങ്കിൽ വിമത സ്വരം ബി ജെ പിയിൽ ഉണ്ടാകും. നമുക്കറിയാം എത്രയോ നേതാക്കൾ ബി ജെ പിയിലെ അവരിപ്പോഴും അവരുടെ ആ ചട്ടക്കൂടിൽ നിന്നിട്ടുണ്ടെങ്കിൽ പോലും എതിർസ്വരം ഉള്ളവരുണ്ട്. എത്രയോ പേരുണ്ട്, ഉദാഹരണങ്ങളുണ്ട്, എത്രയോ പേരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവർ പറയാത്ത എന്താ വെച്ചാൽ അധികാരം ഒരു പ്രധാന ഘടകമാണ്. ഞാൻ പറഞ്ഞ UPA നരസിംഹറാവു ന്യൂനപക്ഷമായിട്ട് അധികാരത്തിൽ വന്ന് ഭൂരിപക്ഷമാക്കി തിരിച്ചിറങ്ങിയപ്പോൾ ആരും കോൺഗ്രസ് വിട്ടുപോയില്ല. UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഈ പറഞ്ഞ ഇന്ന് ബി ജെ പിയെ പുകഴ്ത്തുന്ന പോലെയുള്ള ഒരു മനോഭാവം ഹൈക്കമാൻഡ് എന്ന കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം കോൺഗ്രസ് അധികാരമുള്ളതുകൊണ്ട് ഒരു കോൺഗ്രസ് നേതാവും വിടുന്നില്ല. ഇവിടെ ശ്രീജിത്ത് പണിക്കർ എന്താ പറഞ്ഞത്? ജയിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ക്രെഡിറ്റും തോൽക്കുമ്പോൾ അതാത് സംസ്ഥാനങ്ങളിലെ നേതാക്കൾക്ക്. അങ്ങനെയാണോ? അല്ല, ഖാർഗെ വന്നിട്ടും എന്താണ് മാറ്റം ഉണ്ടാകാത്തതെന്നും ചോദിക്കായിരുന്നു. ഖാർഗെ വലിയ പ്രതീക്ഷയോടെ അധ്യക്ഷനായ ആളാണ്, ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അവിടെയാണ് ശ്രീജിത്ത് പറഞ്ഞത് താക്കോൽ ഇപ്പോഴും ഖാർഗെയുടെ കയ്യിലല്ല. അത് ഞാൻ പറഞ്ഞു തരാം. അതിലേക്ക് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ കർണാടകത്തില് കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നപ്പോൾ BJP അധികാരത്തിൽ വന്നപ്പോൾ അത് നരേന്ദ്രമോദിക്കുള്ള വിജയമായിട്ട് കൊടുത്തു. ഇത്തവണ തോറ്റപ്പോൾ കൊടുത്തില്ലല്ലോ. അതങ്ങനെയാണ്, ഏത് പാർട്ടിയും അങ്ങനെ തന്നെയാണ്. ജയിക്കുമ്പോൾ കേന്ദ്ര നേതാവ് പ്രധാനമന്ത്രിയും അധികാര സ്ഥാനത്തുള്ള ആളുകളാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് അതിന്റെ ജയിച്ചിന്റെ ക്രെഡിറ്റ് അവസാനം ചെന്ന് കൊടുക്കുക. അത് രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ ചോദിച്ചത് ഖാർഗെ പ്രസിഡന്റ് ആയ ശേഷം ഖാർഗെ അല്ലേ കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നത്? ഖാർഗെ അല്ലേ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മമത നിർദ്ദേശിച്ചത്? ഖാർഗെ അല്ലേ യോഗങ്ങൾ വിളിക്കുന്നത്? പിന്നെ എന്താണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് ഖാർഗെ അല്ലാതെ? രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ നടത്തുന്നത് AICC തീരുമാനമാണ്. ആദ്യത്തെ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയോട് ചോദ്യം ചോദിച്ചു, താങ്കളുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ യാത്ര അതേ തിരുത്തി, എന്റെ നേതൃത്വത്തിലല്ല, ഞാൻ അതിലത്തെ ഒരു ഭടൻ മാത്രമാണ്. പക്ഷെ ഞാനാണ് ജാഥ നയിക്കുന്നതെന്ന് നിങ്ങൾ എഴുതുന്നു, അതിന് ഞാൻ എന്ത് ചെയ്യാൻ? അത് തന്നെയാണ് രണ്ടാമത്തെ ന്യായ് യാത്രയിൽ. ഈ ന്യായ് യാത്ര രഞ്ജിത്ത് പറഞ്ഞല്ലോ നിർത്താൻ തീരുമാനിച്ചു. എവിടെ നിർത്താൻ തീരുമാനിച്ചു? UP-യിൽ വെട്ടിച്ചുരുക്കി വയനാട്ടിലേക്ക് തിരിച്ചു വന്നു. അല്ല, പറയാം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ UP-യിലെ അതിന്റെ ദിവസങ്ങൾ വെട്ടിക്കുറച്ചു. വയനാട്ടിലേക്ക് വന്നത് വയനാട്ടിലത്തെ സാഹചര്യം പരിഗണിച്ച് അവിടുത്തെ MP ആയതുകൊണ്ട് അദ്ദേഹം ഇന്നേക്ക് ഓടി വന്നതാണ്. ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ വനം വകുപ്പ് മന്ത്രിമാരും പോകാതിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന MP അവിടുന്ന് ഓടി വന്ന് അവിടുത്തെ 3 വീടുകളും സന്ദർശിച്ച് തിരിച്ചുപോയത് വയനാട്ടിൽ ഇന്നുണ്ടാക്കിയിട്ടുള്ള പ്രതികരണം നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലും കണ്ടതാണല്ലോ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ അധികാരമില്ലാത്ത കോൺഗ്രസിനെ വിമർശിക്കാൻ എളുപ്പമാണ്. ഈ കോൺഗ്രസ് നാളെ 2004 ഇന്ത്യ ഷൈനിങ് എന്ന് വന്നിട്ട് 39 സർവേ, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, 39 സർവേ വാജ്പേയിയുടെ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു. ഒന്നും സംഭവിച്ചില്ലല്ലോ. അതുപോലെ എന്ത് സംഭവിക്കാൻ രഞ്ജിത്തെ? ഇവിടെ തെലങ്കാനയിലെ ആരാ ജയിച്ചു വന്നത്? ഇപ്പൊ ആന്ധ്രത്തെ കാര്യം ഇപ്പൊ TDP-യുമായിട്ട് ഇന്നത്തെ വാർത്തയാണ്, തെലുങ്ക് ദേശം പാർട്ടിയുമായിട്ട് സഖ്യമുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് BJP. പക്ഷെ TDP ഭയക്കുന്നു, കാരണം ഉള്ള ന്യൂനപക്ഷ വോട്ടുകൾ പോകുമെന്ന്. ഇതാണ് BJPയുടെ അവസ്ഥ. അവരെ ഇന്ന് നരേന്ദ്രമോദിയുടെ പ്രസ്താവന എന്താണ്? കോൺഗ്രസ് വിരുദ്ധമാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു പ്രധാനമന്ത്രി എന്തിനാണ് കോൺഗ്രസിനെ മാത്രം വിമർശിച്ചുകൊണ്ട് ഇന്നത്തെ അദ്ദേഹം അവരുടെ ദേശീയ കൗൺസിലിൽ പ്രസംഗിച്ചത്? അദ്ദേഹം ഇന്ന് പറഞ്ഞ മുഴുവൻ കോൺഗ്രസിനെതിരല്ലേ? ഇത്ര ഭയമുണ്ടോ കോൺഗ്രസിനെ?
കോൺഗ്രസ് ഒന്നുമില്ല, കോൺഗ്രസ് എങ്ങുമില്ല, കോൺഗ്രസ് ഒന്നുമല്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെന്തിനാണ് കോൺഗ്രസിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? ഇന്ന് അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കിലും കോൺഗ്രസ് വിരുദ്ധ ഫക്രുദ്ദീനിലേക്ക് പോകണം. ഫക്രുദ്ദീൻ മറ്റു ചാനലിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഫക്രുദ്ദീൻ, അതാണ് ഈ അധികാരമില്ലാത്ത പാർട്ടിക്ക് സംഭവിക്കുന്ന ഒരവസ്ഥ എന്ന് മാത്രം ഇതിനെ കണ്ടാൽ മതി. മാറ്റങ്ങൾ സംഭവിക്കാം, ഒരുപക്ഷെ തിരിച്ചു വന്നാൽ ഇവരൊക്കെ തിരിച്ച് കോൺഗ്രസിലേക്ക് വരാം. BJPക്കും സമാനമായി സംഭവിച്ചിട്ടുണ്ട്. അധികാരമുള്ള സമയത്ത് ഒരു നേതാവും പാർട്ടി വിട്ടു പോയിട്ടില്ല. ആ ആത്മവിശ്വാസമാണ് ശ്രീകുമാർ പങ്കുവെക്കുന്നത്. അല്ല, അതങ്ങനെ BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിശക്തമായ ഒരു പാർട്ടി സംവിധാനം ഉണ്ടെന്ന് ഏത് സമയത്തും ബൗൺസ് ബാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ BJP തോറ്റമ്പി എന്ന് വിചാരിച്ചത് എങ്കിലും അവർക്കൊരു പാർട്ടി സംവിധാനം, അതാണ് RSSും അതിന്റെ പ്രചാരം. അത് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത വിഷയമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് കോൺഗ്രസിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കോൺഗ്രസിന് ഒരു സെമി കേഡർ സംവിധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിന്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ കോൺഗ്രസിനെ ഇലക്ട്രോലി തള്ളിക്കളഞ്ഞിട്ടും കോൺഗ്രസ് ശക്തമായി ബൗൺസ് ബാക്ക് ചെയ്തത്. അങ്ങനെ സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി എന്നുള്ള കരിഷ്മാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർ ഉണ്ടായി, ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് അവർക്ക് പറ്റിയ തെറ്റുകൾ ജനങ്ങൾ അംഗീകരിച്ചില്ല, അതുകൊണ്ട് അവർക്കൊരു ശിക്ഷ കൊടുത്തുണ്ടായിരുന്നു. പക്ഷെ ഇന്നതല്ല സ്ഥിതി. അന്ന് ഇന്ത്യ ഹാർട്ട്ലാൻഡിൽ ഈ പ്രസ്ഥാനം ശക്തമായിരുന്നു. അപ്പൊ 90s ഈ പറയുന്ന UPയും ബീഹാറൊക്കെ പോയതിനു ശേഷം പിന്നെ അവിടെ ക്ലച്ച് പിടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഉള്ള സ്ഥലങ്ങളിൽ പഞ്ചാബ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ സിന്ധുവിനെ പോലുള്ള ആളുകൾ ആരോപദേശം കെട്ടി സിന്ധുവിനെ പോലുള്ള ആളുകളെ കെട്ടി എന്നിട്ട് ഉള്ള സാധനം കയ്യിൽ നിന്ന് പോയി. അപ്പൊ നിങ്ങൾ ഇന്നലെ അങ്ങനെ ആയിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഇന്നങ്ങനെ നാളെ നമ്മൾ ബൗൺസ് ബാക്ക് ചെയ്യും, ഈ രീതിയിലുള്ള പാർട്ടി ബൗൺസ് ബാക്ക് ചെയ്യും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ ഒരർത്ഥമില്ല. അത് ചരിത്രവിരുദ്ധമാണ്, വസ്തുതാവിരുദ്ധമാണ്, ശാസ്ത്രീയമല്ല ഒരു പെർസ്പെക്റ്റീവ്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ആന്റണി കോൺഗ്രസ് പക്ഷത് അപ്പം ലീഡറായിരുന്നു, വിമതനായിരുന്നത്. ഇവിടെ പാർട്ടി എന്ന ഇവിടെ ലീഡർ ഇന്ദിരാഗാന്ധിയെ ആണല്ലോ അവസാനം പാർട്ടിയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ ആ ഒരു സമയത്തെ കൺഫ്യൂഷനിൽ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് അവർ പാർട്ടിയായി തിരിച്ചു വന്നപ്പോൾ രാഷ്ട്രീയത്തിൽ നമുക്ക് ഒരു കാര്യമുണ്ട്, നമുക്ക് ഔറംഗസേബൊക്കെ ആവാനേ പറ്റുള്ളൂ. ദാരിഷൊക്കെ ചിലപ്പോൾ കൊല്ലേണ്ടതായിട്ടൊക്കെ വരും. അത് കാണിക്കാതെ ക്ഷമിക്കാൻ ഇന്ദിരാഗാന്ധി അന്ന് കാണിച്ച ഒരു വലിയ വിശാല മനസ്കതയൊക്കെയാണ്. ആ വിശാല മനസ്കതയാണ് ഇപ്പൊ കോൺഗ്രസിന്റെ മൊത്തം ഈ പറയുന്ന സംസ്കാരം ഇത്ര ഊട്ടി ഒപ്പിച്ചത്. ആർക്കെന്തും സോണിയാഗാന്ധിനെ കുറ്റം പറയുക, രാജീവ് കുറ്റം പറയുക, നെഹ്റുവിന്റെ അപ്പനും പറയാം, എന്നാലും കോൺഗ്രസ് തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു വല്ലാത്തൊരു സംസ്കാരമാണ്. നിങ്ങൾക്ക് വേണം അവരെ തിരിച്ചെടുക്കാം. അവരെ തിരിച്ചെടുത്ത് നിങ്ങൾ ഇവിടുത്തെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ലീഡറായിട്ടുള്ള കെ കരുണാകരൻ, എനിക്കല്ലെങ്കിൽ കെ കരുണാകരനെ ലോക്കൽ സെറ്റപ്പായിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന സംഘടനാ സമിതി എനിക്ക് യോജിപ്പില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു സിസ്റ്റം നിങ്ങൾ സ്വീകരിച്ചു. അപ്പം എന്ത് ചെയ്യേണ്ടിയിരുന്നു? അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് കൂടി നിങ്ങൾ നോക്കേണ്ടിയിരുന്നു. നിങ്ങളത് ചെയ്തില്ല. നിങ്ങളത് ചെയ്യാതെ ഈ പറഞ്ഞ ആളെ പിന്തുണയില്ലാത്ത ആന്റണിയെ നിങ്ങൾ പിന്നെ ഈ പറയുന്ന ഒരു ഇമേജിന്റെ പുറത്തേക്ക് നിങ്ങൾ കൊണ്ടുവന്നു. ലീഡർക്ക് പാരം വെച്ചു. അവസാനം എന്ത് സംഭവിച്ചു? ആന്റണി തന്നെ നിന്നത് ഈ ഉമ്മൻചാണ്ടിയുടെ പൊളിറ്റിക്കലായിട്ടുള്ള അദ്ദേഹത്തിന്റെ മാനുവാലിറ്റി കൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്നിട്ട് സംഭവിച്ചു? കേരളത്തിൽ ലീഡറും പോയി, ഉമ്മൻചാണ്ടി പോയപ്പോൾ ഈ സാധനം ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് പോയില്ലേ? അപ്പോ നിങ്ങൾ ഈ യാഥാർത്ഥ്യം എപ്പോഴെങ്കിലും ചാനൽ ചർച്ചയിൽ വന്ന് ജയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടെക്നിക്കലി കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നെങ്കിലും നിങ്ങൾ ഒരു ക്ലാരിറ്റി, നിങ്ങൾ ഡൈനാസ്റ്റിക് പൊളിറ്റിക്സിന് ആ രീതിയിൽ പോകണമെങ്കിൽ അങ്ങനെ പോ. അതല്ല നിങ്ങൾ സംഘടനാ കോൺഗ്രസിന്റെ കഥത്തിൽ നിങ്ങൾ അങ്ങനെ പോ. ഇതിന് രണ്ടിന്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാടിയിട്ട് നിങ്ങളെ കൂടെയുള്ള ആളുകൾ അതിന് വ്യക്തത ഇല്ലാതെ എന്തുമാകാമെന്നുള്ള ഫീൽ അവർക്ക് കൊടുക്കുകയും അവരെ ഒഴിഞ്ഞു പോകുമ്പോൾ അത് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ വിമർശിച്ചൊരു കാര്യമില്ല. ആദ്യം നിങ്ങൾ കണ്ണാടി പിടിച്ച് നോക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലോട്ട് തന്നെയാണ്. മനസ്സിലായില്ലേ? അതാണ് ശ്രീലാൽ, ഇവിടെ ഈ കോൺഗ്രസ് ദേശീയതലത്തിൽ ദുർബലമാകുക എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമെന്ന് അകത്തേക്ക് കയറിയിട്ടില്ല, പുറത്തു നിന്നെങ്കിലും അവിടെ പ്രതിനിധികളൊന്നും വിടാൻ തയ്യാറായിട്ടില്ല. CPMനും വിഷയമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം BJPയെ നേരിടാൻ CPMന് ഒരിക്കലും ദേശീയതലത്തിൽ സാധിക്കില്ല. കേരളത്തിൽ ഒരു പോരാട്ടം കാഴ്ചവെക്കാം, കേരളത്തിൽ ശക്തമായി നിൽക്കാമെന്നതിനപ്പുറം. അപ്പോൾ കോൺഗ്രസ് ദുർബലമാകുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടത് ഇന്ത്യ മുന്നണിയും കൂടിയാണ്. അപ്പോൾ കോൺഗ്രസിനെ ശക്തമാക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ അത്തരത്തിൽ BJPയുടെ എതിരിടാൻ തക്ക വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇടതുപക്ഷികളും ഈ കോൺഗ്രസിനെ വിമർശിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നതിനെ മാറുന്നത് എന്തുകൊണ്ടാണ്? അല്ല രഞ്ജിത്തെ, നോക്കൂ, ഇതിനകത്തൊരു ആനന്ദം കണ്ടെത്തുന്ന ഒരു പ്രശ്നമല്ല. ആനന്ദം കണ്ടെത്തുകയായിരുന്നു ഇങ്ങനല്ലല്ലോ നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മൾ ഇത്രത്തോളം ആനന്ദം നമുക്ക് വേണ്ട. ഫക്രുദ്ദീനെ എനിക്കൊന്ന് മറ്റു ചാനലിലേക്ക് പോകേണ്ടതുണ്ട്, ദയവായി. എന്നതല്ലേ ചോദിച്ചേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രത്തോളം ആനന്ദത്തിന്റെ ആവശ്യം നമുക്കില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് കോൺഗ്രസ് ഇത് തന്നെയല്ലേ പറയുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മളും ഇത് തന്നെയല്ലേ പറയുന്നേ. നോക്കൂ, ശ്രീകുമാരേട്ടൻ പറഞ്ഞൊരു പോയിന്റ് എന്താ? ശ്രീകുമാരേട്ടൻ പറഞ്ഞത് ഇപ്പം ശ്രീജിത്ത് ആൾക്കാര് ആരൊക്കെ പോയി, അവരുടെ ദേശീയ വക്താക്കന്മാർ എത്ര പേര് അപ്പുറത്തോട്ട് പോയി എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം അങ്ങോട്ട് വാദം മുന്നോട്ട് വെച്ചപ്പം ശ്രീകുമാരേട്ടൻ പറഞ്ഞ മറുപടി എന്താ? ഹലോ, പറഞ്ഞോളൂ. അധികാരത്തിൽ
ഞങ്ങൾ അധികാരത്തിലിരുന്നപ്പം ആരും പോയിട്ടില്ല. അത് ന്യായമല്ലേ? അധികാരത്തിൽ ഇരുമ്പോ പോയില്ല എന്ന് പറയുന്നതാണോ ആശയം? നിങ്ങളൊരു ആശയത്തോട് അടിയുറച്ച് നിൽക്കുന്ന ആളാണെങ്കിൽ അധികാരം ഇല്ലാത്തപ്പോഴല്ലേ ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിങ്ങൾ നിൽക്കേണ്ടത്? ഞാനിപ്പം CPIM സഹയാത്രി എന്നാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. ഞാൻ CPM അനുകൂല നിലപാടുള്ള ഒരാളാണ്. CPM അധികാരത്തിൽ ഇല്ലാത്തപ്പോഴല്ലേ CPM-ന്റെ മൂല്യം ഞാൻ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കേണ്ടത്? അപ്പോഴല്ലേ ഏറ്റവും കൂടുതൽ ഞാൻ ഇറങ്ങി ആ പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങൾക്ക് വേണ്ടി ഉയർത്തി നിൽക്കേണ്ടത്? അങ്ങനെ ഒരു മൂല്യം യഥാർത്ഥത്തിൽ ശ്രീകുമാറിയേട്ടൻ ഉള്ളത് കൊണ്ടല്ലേ ശ്രീകുമാറിയേട്ടൻ ഈ ചർച്ചയ്ക്ക് വരുന്നത്. കോൺഗ്രസ് പുറകെ നിൽക്കുന്ന ഒരു ചർച്ചയ്ക്കല്ലേ അദ്ദേഹം വരുന്നത്. അത് BJP-യുടെ കൂട്ടത്തിൽ പോയിട്ടല്ലല്ലോ അദ്ദേഹം ഈ ചർച്ചയ്ക്ക് നിൽക്കുന്നത്. പോകേണ്ടവരൊക്കെ പോവും, പോയാലും നമ്മൾ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും എന്ന് പറയുന്ന ആ ഒരു ഊർജ്ജം ഉണ്ടല്ലോ, ശ്രീകുമാറിയേട്ടൻ ഉണ്ടാകുന്ന ഒരു ഊർജ്ജം, അതെന്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ കൂട്ടത്തിൽ നിന്ന് എല്ലാ നേട്ടങ്ങളും എന്റെ രഞ്ജിത്തെ കമൽനാഥ് ഒക്കെ എനിക്കൊന്ന് ശ്രീജിത്ത് ഇച്ചിരി കൃത്യമായിട്ട് പറയാൻ പറ്റുമായിരിക്കും. 45 വർഷമായിട്ട് അവിടുന്ന് MP ആയിരുന്നു കമൽനാഥ്. മകനും MP ആണ്. ഒരു രാഷ്ട്രീയക്കാരൻ ഇതിൽ കൂടുതലൊക്കെ എന്താ വേണ്ടേ? നമ്മളൊന്ന് ആലോചിക്കുകയും ഒരു രാഷ്ട്രീയക്കാരന് മുഖ്യമന്ത്രിയാവുന്നു, കേന്ദ്രമന്ത്രിയാവുന്നു, പാർലമെന്റ് മെമ്പർ ആവുന്നു, കോൺഗ്രസ് അധികാരത്തിൽ ഇല്ലാതെ വരുമ്പോഴും പാർലമെന്റ് മെമ്പർ ആവുന്നു. ഇതിൽ കൂടുതലൊക്കെ ഒരു പാർട്ടിക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ പാർട്ടിക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ നിങ്ങൾ അന്നാ നമ്മൾ സൈഡ് സ്വിച്ച് ചെയ്തേക്കാം എന്ന് പറയുന്ന അതൊരു മൂല്യച്യുതിയുള്ള ആൾക്കാരെ നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നത് കൊണ്ടല്ലേ എന്നുള്ളത് ഒരു ന്യായമായ വിമർശനമല്ലോ. അല്ലാതെ ആനന്ദത്തിന്റെ കാര്യം ഇരിക്കുന്നു. ഇപ്പൊ കോൺഗ്രസ് ഇപ്പൊ നോക്കൂ, ഒരു CPM-കാരനെ എടുക്കുക. നിങ്ങൾ ഒരു ഉദാഹരണം, രാജസ്ഥാനിൽ ഒരു CPM-കാരനുണ്ട്. ആ CPM-കാരന് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ആ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് ആയിരിക്കുമല്ലോ വോട്ട് ചെയ്യുന്ന. CPM സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ നിശ്ചയമായിട്ടും അങ്ങനെ വോട്ട് ചെയ്തുള്ളൂ. BJP-ക്ക് അല്ല വോട്ട് ചെയ്യാൻ പോകുന്നു. അങ്ങനെ നിൽക്കുമ്പോ ഇത് മൊത്തം തകർന്ന് ഇവർ നശിക്കണം എന്ന് പറയുന്നതിനകത്ത് അത് ഇവർ ഈ സംസ്ഥാനത്ത് നിൽക്കുമ്പം മുന്നോട്ട് വെക്കുന്ന ഒരു പൊള്ളവാദമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ വേറൊരു കാര്യം പറയാം. കോൺഗ്രസിൽ നിന്ന് ആൾക്കാര് കോൺഗ്രസ് രാഷ്ട്രീയം വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞ BJP മാത്രമൊന്നുമില്ല, പല പാർട്ടിയിലേക്കും പോകുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു സൈഡ് സ്വിച്ച് ചെയ്ത് പോകുന്നെങ്കിൽ അതിനെ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? എന്റെ ചോദ്യം, അത് ചെന്ന് കയറുന്നിടത്താണോ കുറ്റപ്പെടുത്തേണ്ടത്, അതോ ഈ പറയുന്ന പോകുന്ന ആളെയാണോ കുറ്റപ്പെടുത്തേണ്ടത്? സ്ഥലത്തുമല്ല, ഈ ഇവരെ പോകാൻ അനുവദിക്കുന്ന അല്ലെങ്കിൽ പോകാനുള്ള കാര്യങ്ങൾക്ക് ഇടയാക്കിയ നേതൃത്വമാണ് കുറ്റപ്പെടുത്തേണ്ടത്. അല്ലല്ല, ഞാൻ ആ പോയിന്റ് അല്ല എന്റെ. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ BJP ഇപ്പുറത്ത് നിന്ന് പണം കൊടുത്ത് MP-മാരെ വാങ്ങിക്കുക, അല്ലെ MLA-മാരെ വാങ്ങിക്കുക, അങ്ങനെ ഒരു പ്രോസസ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു കാര്യമാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് പൂർണ്ണമായും BJP ചെയ്യുന്നത് തെറ്റാണ്, ജനാധിപത്യ വിരുദ്ധമാണെന്ന് നമുക്കൊരു പോയിന്റ് പറയാം. ഇവര് കോൺഗ്രസിന്റെ കൂട്ടത്തിൽ നിന്ന ശേഷം അപ്പുറത്തേക്ക് ഒരു സ്വാഭിത താല്പര്യം മുൻനിർത്തി അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവരെയാണ്, ഈ സംഘടനയാണ് കുറ്റപ്പെടുത്തേണ്ടത്. അതിനപ്പുറത്ത് നിൽക്കുന്നവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരു ഉദാഹരണം BJP എടുക്കുക. BJP 10 വർഷം കേന്ദ്രത്തിൽ ഓപ്പോസിഷൻ ആയി ഇരുന്നല്ലോ. അവരുടെ കൂട്ടത്തിൽ അധികാരത്തിൽ ഇരുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസിലേക്ക് ഈ പറയുന്ന BJP-യുടെ എത്ര ടോൾ ലീഡേഴ്സ് കോൺഗ്രസിന്റെ കൂട്ടത്തിൽ ജോയിൻ ചെയ്തു? ഞാൻ പറഞ്ഞത് BJP അനുകൂല നിലപാടുള്ള ആളൊന്നും അല്ല ഞാൻ, അറിയാമല്ലോ നിങ്ങൾക്ക്. ഞാൻ BJP-ക്ക് എല്ലാ കണ്ണടച്ച് ഉറക്കത്തിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ BJP വിരുദ്ധതയെ പറയത്തുള്ളൂ. പക്ഷെ ആ BJP നേതൃത്വത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കോൺഗ്രസിലേക്ക് ആരൊക്കെ പോയി ആ 10 വർഷക്കാലം എന്ന് ചോദിച്ചാൽ ഇവർക്ക് ഈ പറഞ്ഞ പോലെ വലിയ ആൾക്കാരെ ഒന്നും ചൂണ്ടിക്കാണിക്കാനൊന്നുമില്ല ദേശീയ തലത്തിൽ. പക്ഷെ ഇവര് 10 വർഷം വെളിയിൽ നിന്നപ്പം ഈ പറയുന്നവർ മൊത്തം ഇപ്പുറത്തേക്ക് മാറി. അതിനകത്തൊരു പ്രശ്നം ഇല്ലേ? ആ പ്രശ്നത്തിനെ ന്യായമായി നിങ്ങൾ അഡ്രസ് ചെയ്യണ്ടേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നോക്കൂ, കുറച്ച് നാളുകൾക്ക് മുമ്പ് P. ചിദംബരം, ഇവരുടെ ഏറ്റവും ടോളസ്റ്റ് ലീഡർ ആണല്ലോ P. ചിദംബരം. P. ചിദംബരത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് P. ചിദംബരം പറയുന്നൊരു മറുപടിയുണ്ട്. സംഘടന നമുക്കുണ്ടാകണം കോൺഗ്രസിന്. ആ സംഘടന ഉണ്ടാകേണ്ടത് കേരളത്തിന്റെ മാതൃകയിൽ സംഘടന ഉണ്ടാകണം എന്നാണ് P. ചിദംബരം പറയുന്നത്. ഞാനിത് പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, രഞ്ജിത്തിന്റെ ചർച്ചയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഈ കേരളത്തിലെ പോലൊരു സംഘടന ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്ത് മൊത്തം കോൺഗ്രസിന് ഉണ്ടെന്നാണ് പറയുന്നത്. സത്യത്തിൽ കേരളത്തിൽ നേരെ സംഘടന ഇല്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ കോൺഗ്രസ് എത്ര വീക്കാന്ന് നമുക്കറിയാം. കോൺഗ്രസിന് സംഘടന എന്ന് പറഞ്ഞൊരു സാധനം കേരളത്തിൽ ഇല്ല, പ്രോപ്പറായിട്ടൊരു കാര്യമില്ല. കാര്യം ഈ KPCC ഉണ്ടെന്നുള്ളതല്ലാതെ ഈ പറയുന്ന മണ്ഡലം കമ്മിറ്റിയോ അവരൊക്കെ നേരെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് നിങ്ങൾ കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ മനസ്സിലാവും. ശരി, ഇതുപോലെങ്കിലും ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ 10 വർഷം കൊണ്ട് നിങ്ങൾക്ക് സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങളുടെ രാഷ്ട്രീയം പറയാൻ പറ്റിയില്ല എങ്കിൽ ബാക്കിയുള്ളവരെ അപ്പുറത്തിരുന്ന് CPM ഈ കോൺഗ്രസ് നശിച്ചു കാണാനാണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെയുള്ള നിലപാടുകൾ നിങ്ങൾക്ക് ചാനൽ ചർച്ച വന്ന് പറയാം. ഇത് കേൾക്കുന്ന CPM കാരനെ വിട്, അല്ലെങ്കിൽ മറ്റേത് പാർട്ടിക്കാരനെ വിട്, കോൺഗ്രസ്സുകാർ പോലും ആ പോയിന്റ് എടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ശരി, ശ്രീജിത്ത്, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മറുപടി വേണം. ഒപ്പം ഈ ദേശീയ തലത്തിൽ നമുക്കറിയാം നേതാക്കൾ ഏറ്റവും കൂടുതൽ വിട്ടുപോകുന്ന പാർട്ടി ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ്. പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു, BJPയിലേക്ക് ചേക്കേറുന്നു. അത് വലിയ തോതിൽ പ്രചരണമാക്കുന്നുണ്ട് മറ്റാളുകൾ. കാരണം ഇന്ത്യ മുന്നണിയെ നയിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു പാർട്ടിക്കാണ് ഈ ഗതികേട് എന്നുള്ളത്. ശബ്ദം പ്രശ്നമുണ്ട് ശ്രീജിത്ത്, ശബ്ദം പ്രശ്നമുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ശ്രീകുമാർ പറഞ്ഞിരുന്ന ഒരു കാര്യം. അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 30-ലധികം അല്ലെങ്കിൽ 3 ഡസനിലധികം സർവേകൾ 2004 ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിന് ശേഷം BJP അധികാരത്തിലേക്ക് വരുമെന്ന് പ്രഡിക്റ്റ് ചെയ്തിട്ട് BJPക്ക് വരാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴുമുള്ള ആത്മവിശ്വാസം. ഇപ്പൊ 2004 ഉണ്ടായിരുന്ന സാഹചര്യം എന്താണ്, പിന്നീട് എങ്ങനെയാണ് അവിടെ UPA സർക്കാർ വന്നത് എന്നതിനെ യാതൊരു വിധത്തിലും അദ്ദേഹം പരിഗണിക്കാതെയാണ് ഇന്നത്തെ കാര്യം പറയുന്നത്. കാരണം അന്ന് അവർക്ക് പിന്തുണ ഏറ്റവും കൂടുതൽ നൽകിയിരുന്നത് ഇടതുപക്ഷമാണ്. എനിക്ക് തോന്നുന്നു 40-ലധികം MP-മാർ ഇടതുപക്ഷത്തിന് അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യം എന്തോ 60 ആണെന്ന് തോന്നുന്നു. അപ്പൊ അത്രയും കൂടുതൽ വലിയ ശക്തി അവർക്ക് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇന്നത് വളരെ കാര്യമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. മറ്റുള്ള പാർട്ടികളെല്ലാം തന്നെ ആ രീതിയിലത്തേക്ക് ശക്തിക്ഷയം സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു മാജിക്, ഒരു മിറക്കിൾ അന്നേരം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലേക്ക് കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള ശ്രീകുമാർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷേ വിമർശിക്കുന്ന ആൾക്കാർ കോൺഗ്രസ് വിരോധികളാണ്, അവരുടെ ശബ്ദമെല്ലാം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ആകുന്നത് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. ഇപ്പോ രഞ്ജിത്തിന് തന്നെ ഓർമ്മയുണ്ടാകും, നമ്മൾ കോൺഗ്രസിന്റെ അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ശശി തരൂർ, ഖാർഗെ അവർ തമ്മിൽ നേരിടുന്ന പല പല പ്രശ്നങ്ങൾ, ഫേവററ്റിസം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്ന സമയത്ത് ശശി തരൂരിനെ കൊണ്ടുവന്ന് താക്കോൽ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെത് കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ പാർട്ടിയെ രക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അത് എനിക്ക് തരൂർ പ്രിയപ്പെട്ട ആളായതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. നേരെ മറിച്ച് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ പാർട്ടികൾക്കും കൃത്യമായ രീതിയിലുള്ള പിന്തുണ നമ്മൾ നൽകേണ്ടതാണ് എന്നുള്ള ഒരു സാമാന്യമായിട്ടുള്ള ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് ശ്രീകുമാറിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? അദ്ദേഹം ഈ കൺവെൻഷണൽ ലൈന് വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം ലാലും കടുത്ത ഇടതുപക്ഷ ആളാണെങ്കിലും ലാലും തരൂരിനെ പലതവണ നമ്മുടെ ചർച്ചയിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ആണ്. കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ ഒരു സിസ്റ്റം കഴിഞ്ഞ കുറെ കാലമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അത് വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ അതിലൊരു മാറ്റം കൊണ്ടുവരണം. അല്ലാതെ അവിടെ തലമാറട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാരണം ഈ ഖാർഗെ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പാളയത്തിലുള്ളയാളാണ്. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും കോൺഗ്രസിന് നൽകാൻ കഴിയുന്ന മാർഗനിർദ്ദേശവും എല്ലാം കൺവെൻഷണൽ ലൈനാണ്. ആ കൺവെൻഷണൽ ലൈൻ നിങ്ങളെ രക്ഷിക്കുന്നില്ല എങ്കിൽ നിങ്ങളെ രക്ഷിക്കാനായിട്ട് പിന്നീടുള്ള മാർഗം എന്താണോ ആ കടുംവെട്ടിലേക്ക് പോവുക എന്നുള്ളതാണ്. അതൊരു പക്ഷെ ആ സമയത്ത് ഉണ്ടായിരുന്നത് കൊടുക്കാൻ കഴിയുന്നത് ശശി തരൂരിനാണ്. അപ്പൊ ആ ഒരു മാറ്റവും ഇവിടെ വേണ്ട, ഇവിടെ പരമ്പരാഗതമായിട്ടുള്ള ശൈലിയിൽ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഇന്ന് വന്നിരിക്കുന്ന പടുകുഴിയിലേക്ക് നയിച്ച ആൾക്കാർ, അല്ലെങ്കിൽ അതിനെ വാക്കുകൊണ്ടെങ്കിലും പിന്തുണച്ച പാളയത്തിലിരിക്കുന്ന ആൾക്കാരാണ് ഇന്ന് നമ്മളെയൊക്കെ തന്നെ കോൺഗ്രസ് വിരോധികളാണ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി രണ്ട്, ഇന്നും ഈ ഹൈക്കമാൻഡിന് പല ആൾക്കാരോടുള്ള സമീപനം മാറാത്തത് എന്തുകൊണ്ടാണ്? ഇതേ നിലപാട് കൊണ്ടാണ്. നേരെ മറിച്ച് ശശി തരൂർ ആയിരുന്നു കോൺഗ്രസ് അധ്യക്ഷനാകുന്നത് എങ്കിൽ ഈ രീതിയിലുള്ള പ്രശ്നം പലർക്കും ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന് ഒരു ഇൻക്ലൂസീവ് കാഴ്ചപ്പാടുണ്ട്, അദ്ദേഹത്തിന് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് പലപ്പോഴും കാര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വിമർശനം ഉന്നയിക്കുന്ന ആൾക്കാരെ അവർ കോൺഗ്രസ് വിരോധികളാണെന്ന് പറഞ്ഞതുകൊണ്ടോ അതിൽ BJPയെ കുറ്റം പറഞ്ഞു, BJP ഇപ്പൊ അവരുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്, നിങ്ങൾ താക്കോൽ സ്ഥാനം ഇപ്പോഴും ഖാർഗെക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ശ്രീകുമാർ എന്നോട് മറുപടി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, നോക്കൂ ഖാർഗെയാണ് ഇവിടെ സർവ്വസമ്മതൻ, മമതാ ബാനർജി വരെ പറയുന്നു അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്ന്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതാണ് മമതാ ബാനർജി, കോൺഗ്രസ്സുകാർ പറഞ്ഞില്ല. താക്കോൽ സ്ഥാനം ഖാർഗെക്ക് കൊടുക്കണമെന്ന് മമതയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് കോൺഗ്രസ്സുകാർ പറഞ്ഞു. നമ്മൾ എപ്പോഴെങ്കിലും കേട്ടോ കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മല്ലികാർജുൻ ഖാർഗെയാണ് എന്ന് അവർ പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ മമതാ ബാനർജി ആണെങ്കിലും ലാൽകുമാർ ആണെങ്കിലും ഫക്രുദ്ദീൻ ആണെങ്കിലും ഞാനാണെങ്കിലും പറയുന്നത് ഒരു കാര്യമാണ്, നിങ്ങൾ ഒരാളെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആളിന് അധികാരം കൊടുക്കുക. അത് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നില്ല. ഇനി ഇപ്പോൾ വന്നിരിക്കുന്ന കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ആ ആഴ്ചയിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം നടക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ കുപ്പായം ഇട്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന കോൺഗ്രസിന്റെ കൊടി പിടിക്കുന്ന എത്ര നേതാക്കന്മാരുണ്ടാകും എന്ന് പറയുന്നതിന് ഇന്നൊരു കോൺഗ്രസ്സുകാർക്കും കഴിയില്ല. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇപ്പൊ പതിവായി കാണുന്ന കാഴ്ച എന്താണ്,
ജയിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടി കേവല ഭൂരിപക്ഷം കഷ്ടിച്ച് വരമ്പത്തിരുന്ന് കിട്ടിയാലും ഇനി അഥവാ മറ്റെന്തെങ്കിലും സാധ്യത പരിശോധിക്കുന്ന സമയത്തും ഇവരുടെ MLA-മാരെ മുഴുവൻ ഒരു വണ്ടിയിൽ കയറ്റിയിട്ട് റിസോർട്ടിലേക്ക് കൊണ്ടുപോയി സംരക്ഷിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഇപ്പൊ കോൺഗ്രസ് വന്നിരിക്കുന്ന വിഷമവൃത്തം എന്താണെന്ന് വെച്ചാൽ അവരുടെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും ഇപ്പൊ റിസോർട്ടിൽ കൊണ്ടുപോയി വെക്കേണ്ടി വരും. അപ്പോൾ രാജസ്ഥാനിലോ അല്ലെ, രാജസ്ഥാനിൽ ഇപ്പൊ പറ്റില്ലല്ലോ, അതല്ല എങ്കിൽ ഈ തെലങ്കാനയിലോ കർണാടകയിലോ ഉള്ള ഏതെങ്കിലും ഒരു റിസോർട്ടിലേക്ക് നമ്മൾ ഈ പറയുന്ന മനീഷ് തിവാരിയെയും കമൽനാഥിനെയും എല്ലാം കൊണ്ടുപോയി സംരക്ഷിക്കേണ്ടുന്ന ഒരു പ്രശ്നമുണ്ട്. ഇനി അതങ്ങനെ കൊണ്ടുപോയി സംരക്ഷിക്കുന്ന ആൾ അവസാനം ഇവരെ മുറിയിൽ പൂട്ടിയിട്ട് ഈ താക്കോല് കൊണ്ട് BJP ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊടുക്കുമോ എന്നും പറയാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ആരെപ്പോ BJP-യിലേക്ക് പോകും എന്നത് നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഇവരെ എത്തിച്ചിരിക്കുന്നത് ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനമാണ്. ഇത് ഈ സ്തുതിപാഠകർക്ക് മനസ്സിലാവില്ല, പാർട്ടിയിലെ ടോപ്പ് ലീഡേഴ്സിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല, നേരെ മറിച്ച് ഇൻഡിപെൻഡന്റ് ആയി പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകും. നമുക്കൊക്കെ അത് കാണുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം BJP-യെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന അവരുടെ അജണ്ടയായിരിക്കാം. പക്ഷെ ഒരു ജനാധിപത്യ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭരിച്ചില്ല എങ്കിലും കോൺഗ്രസ് പ്രതിപക്ഷ നിരയിലെങ്കിലും ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യമായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹമായി പോയി. ആ ആഗ്രഹം ശ്രീകുമാറിനില്ലെങ്കിൽ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നന്ദി ശ്രീ ശ്രീത്ത്. സമയക്കുറവുണ്ട്, ദയവായി ഇടപെടുകയാണ്. നന്ദി ലാൽകുമാർ, ശ്രീ ശ്രീത് പണിക്ക്, ശ്രീകുമാർ, ഒപ്പം ശ്രീ ഫക്രുദ്ദീൻ അലി. കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിടുന്ന നേതൃത്വത്തിന്റെ കഴിവുകേടോ എന്നാണ് ചോദ്യം. അതേ എന്ന് 81% പേരും, അല്ല എന്ന് 17% പേരും, നിഷ്പക്ഷമായി 2% പേരും അഭിപ്രായം രേഖപ്പെടുത്തി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇപ്പോൾ മുൻപൊന്നും